കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള ഓരോ പേപ്പറും ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പടിഞ്ഞാറിന്റെ തെക്ക് പടിഞ്ഞാറ് രണ്ടും തെറ്റ. ഇനി രണ്ട് പൈപ്പുകൾ എടുക്കുന്ന സമയം കാണാൻ പൈപ്പ് ആൻഡ് ടാങ്കും. അപ്പൊ ടൈം ആൻഡ് വർക്ക് നിങ്ങളൊന്ന് കുറച്ചുകൂടെ കാര്യമായിട്ട് 6ന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി. 5000 രൂപയുടെ കട്ടിലും 25000 രൂപയുടെ അലമാരയും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അവ 36,000 രൂപ. എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2024 LDC ഒരു LDC എക്സാം കഴിഞ്ഞു. ഇനിയുള്ള LDC എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ ആളുകളും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ തിരുവനന്തപുരത്തെ LDC എക്സാം കഴിഞ്ഞു. ചോദ്യപേപ്പറുകളും അതിന്റെ വിശകലനവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യപേപ്പർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മാത്സിന്റെ മെന്റൽ എബിലിറ്റിയുടെ 10 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അത്യാവശ്യം ഒന്ന് പഠിച്ചു പോയ ആളുകൾക്ക് 8 മുതൽ 10 വരെയുള്ള മാർക്കുകൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെയാണ് പരീക്ഷ എഴുതിയ ആളുകളോട് ചോദിക്കുമ്പോൾ മാത്സിന്റെ മാത്രമല്ല ഇംഗ്ലീഷും മലയാളവും ഒക്കെ പറയുന്ന കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യപേപ്പർ കണ്ട കുറെ പേര് ഇപ്പൊ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇത് എളുപ്പമല്ലേ, അപ്പൊ പിന്നെ ഞങ്ങളുടേതും എളുപ്പമായിരിക്കും, മാത്സ് മാത്രമല്ല ഇംഗ്ലീഷും മലയാളവും ഒക്കെ എളുപ്പമായിരിക്കും, ഈ ഒരു പാറ്റേണിൽ തന്നെ വരും, അല്ലെങ്കിൽ ഇത്രത്തോളം പഠിച്ചാൽ മതി, അത്ര കാര്യമായിട്ടൊന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. കാര്യം LDC എന്ന് പറയുന്നത് 5ഓ 6ഓ ഘട്ടമായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലെ പരീക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ ഘട്ടത്തിലെ ചോദ്യപേപ്പർ ഇങ്ങനെയാണെന്ന് കരുതി ഇതേപോലെ തന്നെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ വരണമെന്ന് യാതൊരു വിധമായ നിർബന്ധവുമില്ല. 2023 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ശ്രദ്ധിച്ചാൽ 4ഓ 5ഓ 10th മെയിൻസ് നടന്നിട്ടുണ്ട്. അതിൽ ഒരു 2 വളരെ സിമ്പിളാണ്, 2 അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറാണ്. ഒരു ചോദ്യപേപ്പർ VFAയുടെ ചോദ്യപേപ്പർ അത്യാവശ്യം നല്ല ടൈറ്റുമാണ്. ആ ചോദ്യപേപ്പറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് അതിനകത്തിലാണ് മറ്റേ സൂചക സംഖ്യയുടെ പ്രതിബിംബം കാണുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് PSC ഒരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അത്യാവശ്യം പല ആളുകൾക്ക് 1.5 മാസത്തിന് മേളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങളുടെ പഠനം ഡൗൺ ആവരുത്. ഇത്രയൊക്കെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരരുത്. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും, മാത്സ് ഇംഗ്ലീഷും മലയാളം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പ്രത്യേകം നോക്കുക. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മുൻവർഷ ചോദ്യ പേപ്പറുകൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഇതൊക്കെ എനിക്കറിയാം, ഈ ഒരു പാറ്റേണിലൊക്കെ എങ്ങനെ ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പോടെ മാത്രം പരീക്ഷയ്ക്ക് പോവുക. അപ്പം ഞാനത് എടുത്തു പറഞ്ഞത്, ഇന്നലത്തെ ചോദ്യ പേപ്പർ കണ്ടിട്ട് മാത്സിന്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണല്ലോ, അടുത്ത പരീക്ഷയും അങ്ങനെ തന്നെ ആവും എന്നൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ ഇതിലും താഴെ ആയിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും നല്ല നിലവാരമുള്ളതായിരിക്കും. അപ്പം നമുക്കൊരിക്കലും ഇത് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല, ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പം നമുക്കുള്ള സിലബസ് എന്താണോ ആ സിലബസിലൂന്നി ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ തിരുവനന്തപുരത്തിന്റെ എക്സാം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറ്റഗറി നമ്പർ 94/2024. ഈ ചോദ്യപേപ്പർ നമ്മൾ ഏറ്റവും വൃത്തിയായി പഠിക്കും. എന്നിട്ട് ഇതിലെ 10 ചോദ്യങ്ങളെ കണക്ട് ചെയ്തിട്ട്, ഇന്നലത്തെ ചോദ്യപേപ്പർ അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് ആ ചോദ്യപേപ്പർ പോലത്തെ കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള ഓരോ ചോദ്യങ്ങളൂടെ നിങ്ങൾക്ക് തരും. അതായത് ആ സെയിം ക്വസ്റ്റ്യനും തരും, എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്വല്പം കൂടെ കട്ട് ചെയ്യൂടിയ ഒരു ചോദ്യം കൂടെ തരും. അങ്ങനെ ഈ ചോദ്യപേപ്പറിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ചോദ്യപേപ്പറും ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ചു മാറിയിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇനി വരാൻ പോകുന്ന മറ്റു ജില്ലയിൽ LDC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 2 മാരത്തോൺ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള 10th മെയിൻസിന്റെ 10 ചോദ്യ പേപ്പറുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, അടുത്ത ജില്ലയുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു മാരത്തോൺ കൂടെ വരും. അപ്പൊ ആ 3 മാരത്തോൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള എല്ലാ 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു മാറിയിരിക്കും.
മാത്സ് നന്നായി അറിയാവുന്നവന് തീർച്ചയായും ഇതുവരെയുള്ള എല്ലാ 10th മെയിൻസിലെയും ചോദ്യങ്ങൾ എനിക്കറിയാം എന്നുള്ളൊരു കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അപ്പം നന്നായി മാത്സ് അറിയാവുന്നവർ തീർച്ചയായും ആ മാരത്തോൺ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ 2 കാണണം. 3ാമതൊരു ക്ലാസ് കൂടെ വരും. ഒപ്പം ഈ ഒരു ചോദ്യ പേപ്പറിന്റെ വിശകലനമായ ഒരു പഠനം കൂടെ ആകുമ്പോൾ എല്ലാ അർത്ഥത്തിലും സെറ്റാവും. ഇനി ടോപ്പിക് വൈസ് ആയിട്ട് മാത്സ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു LDC 2024 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി. LDC 2024 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെയും ഒരു 2016-17 ശേഷമുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് എല്ലാ ചോദ്യങ്ങളും, ഒരു +2 ലെവൽ വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞ ഡെസിമൽസിന്റെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ ചെയ്തു, ക്ലോക്കിന്റെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ ചെയ്തു, ജോമെട്രി 2Dയുടെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ ചെയ്തു, 3Dയുടെ കംപ്ലീറ്റ് ചെയ്തു. 3D കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരിധി വരെ, ഇനി കുറച്ചുകൂടെ ഉണ്ട്, അത് വരും. അതുപോലെ തന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെ കുറേ അധികം ടോപ്പിക്കുകൾ നമ്മൾ LDC 2024 എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് ടോപ്പിക് വൈസ് ആയിട്ട് സിലബസ് തീർക്കുന്നവരെ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ 1-1.5 മണിക്കൂറിൻ്റെ അകത്ത് ആ ടോപ്പിക്കിലെ ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് മുന്നോട്ടുള്ള പല പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. അത് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നവർ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ആ പ്ലേലിസ്റ്റിൻ്റെ അകത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. കൂടുതലുള്ളത് ഞാൻ ആ പ്ലേലിസ്റ്റിൽ ചെയ്തു തരാം. ഓക്കെ ആണ്. ഇനി നന്നായി മാത്സ് അറിയാവുന്നവരോട് വീണ്ടും പറയുന്നു, 2 ഈ പറയുന്ന പോലെ മാരത്തോൺ ക്ലാസ്സുകൾ, നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, മെഗാ റിവിഷൻ ക്ലാസ്സുകൾ. ആ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഒരു ക്ലാസ് കൂടെ വരും. ഒപ്പം ഈ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യങ്ങളൂടെ ആകുമ്പോഴത്തേക്കിന് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സെറ്റ്. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉപകാരപ്പെട്ടാൽ മാത്രം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ മാത്സ് അറിയാത്ത LDC നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കാര്യം അവരോടൊക്കെ പറയണം. ഈ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. ആ ചാനലിലുള്ളവർക്കറിയാം. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. വർക്കൗട്ടായിട്ടും മോഡൽ ചോദ്യങ്ങളായിട്ടും PDF ആയിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്നിടത്ത് TRIG സ്പേസ് ഇട്ട് TUR എന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നതാണ് ചോദ്യം. അതായത് മക്കളെ, ഒരു തുണിയുടെ വിൽപ്പന വില 814 വിൽപ്പന വില ഞാൻ ടൈപ്പ് എഴുതാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് മേളിൽ എഴുതിയേക്കുന്നത്. ഒരു തുണിയുണ്ട്, ആ തുണിയുടെ വിൽപ്പന വില 814 840. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കാതെ എന്തോ ഈ വിൽപ്പന വില. മക്കളെ, വിൽപ്പന വില എന്ന് പറയുന്നത് ടാഗിൽ കാണുന്ന വിലയാണ്. നമുക്ക് ഫെമിലിയറായ മറ്റൊരു വാക്കുണ്ട്, പരസ്യവില. അതായത് നമ്മൾ ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ടാഗിൽ എന്ത് വിലയാണോ കാണുന്നത് അതാണ് പരസ്യവില അല്ലെങ്കിൽ വിൽപ്പന വില. ഇംഗ്ലീഷിൽ അവരെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയും. ഓക്കെ ആണ്. ഇപ്പൊ നമ്മളൊരു കടക്കാരൻ്റെ അടുത്ത് ചെല്ലുക. അപ്പൊ നമ്മൾ ആ തുണിയെ നോക്കി, തുണിയുടെ പ്രൈസ് 840. കടക്കാരൻ പറയും 840 രൂപ വിലയുള്ളതാ, നീ ആയതുകൊണ്ട് ഞാനൊരു 714 രൂപയ്ക്ക് തരാം. ഇങ്ങനത്തെ കേസിൽ ഡിസ്കൗണ്ട് എത്രയാണ് എന്നതാണ് ചോദ്യം. മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സാധനത്തിൻ്റെയും ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടാഗിലുള്ള പരസ്യവിലയിലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സത്യമല്ലേ? അതായത് നിങ്ങളിപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ പോയി. അപ്പം നമ്മൾ ഫോണിൻ്റെ വില കണ്ടു 10,000, 20% ഡിസ്കൗണ്ട്. ആ വിലയായ ടാഗിലുള്ള 10,000-ൽ നിന്നാണ് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുക. സത്യമല്ലേ? അപ്പൊ പരസ്യ വിലയിലാണ്
എപ്പോഴും എന്ത് ചെയ്യുന്നേ? ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നേ. അപ്പൊ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, പരസ്യ വിലയിലാണ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആ ടാഗിലുള്ള വിലയിൽ അല്ലെങ്കിൽ വിൽപ്പന വിലയിൽ ഓക്കെയാണ്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ കിഴിവിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കുക. ബൈ പരസ്യവില അല്ലെങ്കിൽ വിൽപ്പന വില ഇൻറ്റു 100. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. പരസ്യവില എപ്പോഴും താഴെ വരുന്നതിൻ്റെ കാര്യം, നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് ഒരു സാധനത്തിന് കൊടുക്കുന്നത് ആ സാധനത്തിന്റെ ടാഗിലുള്ള പരസ്യവില എന്താണ് എന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ട് ശതമാനം കാണാൻ പറഞ്ഞ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. ഇവിടെ നിങ്ങൾ നോക്കുക, 840 രൂപയുടെ പരസ്യവില ഉള്ള ഒരു സാധനമാണ്, 714 രൂപയ്ക്ക് വിൽക്കുന്നു. നിങ്ങൾ പറ ഇവിടെ ഡിസ്കൗണ്ട് എത്ര രൂപയാ? 840 നിന്ന് 714 പോയിട്ട് 126 രൂപയാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് രൂപ ആലോചിച്ച് നോക്ക്. അപ്പൊ ചിലർ ആലോചിക്കുക അതെങ്ങനെ വന്നു? എടാ 840 രൂപയുടെ സാധനം 714 വിറ്റു. അപ്പൊ നമുക്ക് ആകെ ഇവിടെ കിട്ടിയ ഡിസ്കൗണ്ട് 840 രൂപ വില ഇരുന്നത് 714 മാറി. 840 മൈനസ് 714 126 എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പരസ്യവില 840. അപ്പൊ നിങ്ങളോട് എപ്പോഴെങ്കിലും ഡിസ്കൗണ്ട് ചോദിച്ചാൽ ഡിസ്കൗണ്ട് 126 ബൈ പരസ്യവിലയായ 840 ഇൻറ്റു 100. ഒന്നുകൂടെ, നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിന്റെ ശതമാനം ചോദിച്ചാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. ഈ പൂജ്യവും ഈ പൂജ്യത്തോടെ പോയി. ഇനി 10ഉം 84ഉം നമുക്ക് 2 വെച്ച് കളയാം. 2 വെച്ച് കളഞ്ഞു നോക്കൂ. 10ഉം 84ഉം വെട്ടിയാൽ ഈ സാധനം 5 ആവും, ഈ സാധനം 42 ആവും. ഇനി 126ഉം 42ഉം ഞാൻ ഒറ്റയടിക്ക് 42 കൊണ്ട് വെട്ടാം, ഇത് 3 ആവും. ഞാൻ എങ്ങനെ പെട്ടെന്ന് വെട്ടിയെന്ന് ചോദിച്ചാൽ 40 3 120, പിന്നെ ഈ പറയുന്ന പോലെ 2 3 6 അങ്ങനെ. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാവുന്നേ ഉള്ളൂ, നിങ്ങളുടെ സൗകര്യം. 3 5 ഗുണിച്ച് നമുക്ക് പറയാം ഇവിടുത്തെ ഡിസ്കൗണ്ട് 15%. പക്ക ക്ലിയർ ആണ്, ഓപ്ഷൻ ഡി. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിന്റെ മലയാളത്തിൽ കിഴിവിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ ഡിസ്കൗണ്ട് എത്ര രൂപയാണ് എന്ന് നോക്കുക. ബൈ പരസ്യവില ടാഗിലുള്ള വിൽപ്പന വില ഇൻറ്റു 100. കാര്യം എപ്പോഴും ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാഗിലുള്ള വിലയിലായിരിക്കും. അതുകൊണ്ടാണ് പരസ്യവില വിൽപ്പന വില അടിയിൽ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഓക്കെ ആണ്, മുമ്പോട്ട് പോവാവേ. ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 126 രൂപയാണ്. ഇവിടെ പരസ്യവില വിൽപ്പന വില എന്ന് പറയുന്നത് 840 രൂപയാണ്. ഇൻറ്റു 100 126 ബൈ 840 ഇൻറ്റു 100. ഇനി ചില ആളുകൾ ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. 840 എന്ന് പറയുന്നത് 100%. ഇവിടെ നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 126 രൂപയാണ്. അത് എത്ര ശതമാനമാണ് എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഉത്തരത്തിലേക്ക് വരുന്നവരുണ്ട്. സെറ്റാണ്. അപ്പൊ ഈ മോഡലിൽ ഒരു ചോദ്യം നമ്മുടെ SCERT ടെക്സ്റ്റിലുണ്ട്. അതും കൂടെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് നോക്കാം. ഒരു ഫർണിച്ചർ കടയിൽ 15,000 രൂപയുടെ കട്ടിലും 25,000 രൂപയുടെ അലമാരയും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അവ 36,000 രൂപയ്ക്ക് നൽകും. എത്ര ശതമാനം കിഴിവാണ് അവർ നൽകുക? നല്ല രസമുള്ളൊരു ചോദ്യം. അതായത് ഒരു ഫർണിച്ചർ കടയുണ്ട്. ആ ഫർണിച്ചർ കടയിൽ 15,000 രൂപയുടെ ഒരു കട്ടിലുണ്ട്. ആക്ച്വലി 15,000 അല്ല, അതിൽ എഴുതി വെച്ചിരിക്കുന്ന വില പരസ്യവില അല്ലെ മറ്റേ വിൽപ്പന വില 15,000. ഇനി 25,000 രൂപയുടെ ഒരു അലമാരയുണ്ട്. 15,000 രൂപയുടെ കട്ടില്, 25,000 രൂപയുടെ അലമാര. ഇത് രണ്ടും കൂടെ വാങ്ങുന്നവർക്ക് 36,000 രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്
എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 15,000 രൂപയുടെ കട്ടിലും 25,000 രൂപയുടെ അലമാരി. അപ്പോഴേ ഉറപ്പിച്ചോണം, ഇത് രണ്ടും പോയി കാണുന്നവന് രണ്ടിൻ്റെയും കൂടെ പരസ്യവില 40,000 ആണ്. ആലോചിച്ച് നോക്ക്. നമ്മളിത് വാങ്ങാൻ പോകുമ്പോൾ കട്ടിൽ 15,000 എഴുതിയിട്ടുണ്ട്, മറ്റേ അലമാര 25,000 എഴുതിയിട്ടുണ്ട്. അപ്പം മൊത്തം കൂടെ 40,000 രൂപയുടെ സാധനമാണ്. വിൽപ്പന വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരസ്യവില എന്ന് പറയുന്നത് 40,000 ആണ്. ഓക്കെ, ഈ 40,000 രൂപയുടെ സാധനം നമുക്ക് തരുന്നത് 36,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കിഴിവ് എത്ര? അപ്പൊ ഇവിടുത്തെ പരസ്യവില നമുക്ക് മനസ്സിലായി 40,000, ഇവിടുത്തെ വിൽക്കുന്ന വില നമുക്ക് മനസ്സിലായി 36,000. ഇവിടെ വരെ ഓക്കെയാണ്. 15,000 രൂപ എഴുതിയിരിക്കുന്ന കട്ടിൽ, 25,000 രൂപ എഴുതിയിരിക്കുന്ന അലമാര. അപ്പോഴേ ഉറപ്പിച്ചോണം, ഇത് എഴുതി വെച്ചിരിക്കുന്ന രണ്ടിൻ്റെയും കൂടെ വില 40,000. പരസ്യവില 40,000. ഇത് തരുന്നത് 36,000. നമുക്ക് ഡിസ്കൗണ്ട് കാണണം. ഡിസ്കൗണ്ട് കാണാൻ നമ്മൾ ആദ്യം ഡിസ്കൗണ്ട് എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിക്കണം. 40,000 36,000 കിട്ടും. അപ്പൊ ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മക്കളെ 4,000 രൂപയാണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ, 4,000 മനസ്സിലായില്ലേ? 40,000 36,000 കുറച്ചു 4,000. ഡിസ്കൗണ്ടിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് മക്കളെ 4,000 പരസ്യവില മക്കളെ 40,000 ഇൻറ്റു 100. ഇത് പോയി 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഉത്തരം 10%. ഇവിടുത്തെ കിഴിവ് 10%. ഓപ്ഷൻ ബി ആണ്, സെറ്റാണ്. മുമ്പോട്ട് വാ. ഇനി ചില ആളുകളെങ്കിലും ചിന്തിക്കും, 40,000 വിലയല്ലേ, 4,000 അല്ലേ കുറവ് കിട്ടുക, 40,000 4,000 എന്ന് പറഞ്ഞാൽ 10% അല്ലേ, ഒറ്റയടിക്ക് കിട്ടും. ഇനി അല്ലെങ്കിൽ 40,000 100%, ഡിസ്കൗണ്ട് 4,000 എത്ര ശതമാനമാണെന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിന്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 11 സംഖ്യകളുടെ ശരാശരി 66. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. സ്ഥിരമായി ആവറേജും കാണുന്ന ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 11 സംഖ്യകളുടെ ശരാശരി 66. മക്കളെ 11 സംഖ്യകളുണ്ട്, അവരുടെ ശരാശരി 66. അപ്പോൾ ആ 11 സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 11 ഗുണം 66 726 എന്ന് മനസ്സിലാവും. കാര്യം തുക കാണാൻ ശരാശരിയെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എണ്ണം 11, ശരാശരി 66. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ തുക 726 എന്ന് മനസ്സിലാവും. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോ, അതായത് 12ാമതൊരു സംഖ്യ വന്നു, ശരാശരി 72. അപ്പോൾ ഒരു സംഖ്യ കൂടി വന്നപ്പോ എണ്ണം 12, ശരാശരി 72. അപ്പോൾ അവരുടെ തുക എത്രയാന്ന് ചോദിച്ചാൽ 72 ഗുണം 12 864. മക്കളെ ഇത് നോക്കുക. ഇത് 11 സംഖ്യകളുടെ മാത്രം തുകയാണ്. ഇത് 12 സംഖ്യ കൂടി വന്നപ്പോൾ ഉള്ള തുക പുതുതായിട്ട്, അതായത് 11 പേരും മാത്രം ഉള്ളപ്പോൾ 726. ഒരാളും കൂടെ വന്നപ്പോൾ അത് 864. അപ്പൊ പുതുതായി വന്നവൻ എത്രയാന്ന് ചോദിച്ചാൽ 864 നിന്ന് 726 പോയിട്ട് 138 എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇത് വളരെ പ്രോപ്പറായി ചെയ്യുന്ന രീതി. ഇനി നമ്മൾ ഇതിനൊരു എളുപ്പ വഴി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 11 സംഖ്യകളുടെ ശരാശരി 66. നമ്മൾ ആദ്യം എണ്ണം എഴുതും, ശരാശരി ഇവിടോട്ട്. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ മക്കളെ, ഒരു സംഖ്യ കൂടി ചേരുമ്പോൾ 12 പേരാവും, ശരാശരി 72. ഓക്കെ, ഇങ്ങനെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടില്ല. എണ്ണം എഴുതുക, ശരാശരി എഴുതുക. 11 സംഖ്യകള് ശരാശരി 66. ഒരു സംഖ്യ കൂടി വരുമ്പോൾ 12 സംഖ്യ, ശരാശരി 72. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത്? 11 12 1 കൂടി +1. 66 72 6 കൂടി +6. 11 12 1 കൂടി +1. 66 72 6 കൂടി +6.
ഇനി ഇവിടെ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 72 ഗുണം 1 72. ഇനി ഇവിടെ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 11 6 66. വെറും 66 എന്ന് എഴുതരുത്, പ്ലസ് 66 അല്ലേ, കാരണം 66 എന്ന് പറഞ്ഞാൽ പ്ലസ് 66. 76 66 കൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം 138 എന്ന് വളരെ സിമ്പിളായി കിട്ടും. 11 12 1 കൂടി, 66 72 6 കൂടി. ഈ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 72. ഈ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 66. 72 പ്ലസ് 66 നമ്മുടെ ഉത്തരം 138, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 2020 ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 30 കിലോഗ്രാം. ഒരു കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 32 കിലോഗ്രാമായി മാറി. എന്നാൽ 12ാമത്തെ കുട്ടിയുടെ ഭാരം എത്ര എന്നതാണ് ചോദ്യം. കുറെ പേരുടെ ശരാശരി പറഞ്ഞു, അവർക്കിടയിലേക്ക് ഒരാളൂടെ വന്നു. മുമ്പേ ഒരു സംഖ്യയായിരുന്നു വന്നത്, ഇവിടെ ഇപ്പോൾ ഒരാളൂടെ വന്നു. സംഭവം ഒന്ന് തന്നെ. അപ്പൊ ഇത് പ്രോപ്പർലി എങ്ങനെയാ ചെയ്യുന്നത്? 11 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി 30. അപ്പൊ അവരുടെ മുഴുവൻ തുക എത്രയാന്ന് ചോദിച്ചാൽ 11 ഗുണം 30 330. ഒരു കുട്ടി കൂടി വന്നു, അപ്പൊ 12 എണ്ണം 12 ആയി, ശരാശരി 32 അപ്പൊ 12 പേരാകുമ്പോ തുക 12 ഗുണം 32 384. 11 കുട്ടികളുള്ളപ്പോ തുക 330. 12ാമതൊരു കുട്ടിയുടെ വന്നപ്പോ തുക 384. അപ്പൊ 12ാമൻ്റേത് എത്രയാന്ന് ചോദിച്ചാൽ 384 330 പോയിട്ട് 54 എന്ന് മനസ്സിലാവും. സിമ്പിൾ ലോജിക്. 11 പേരുള്ളപ്പോ 330 ഉള്ളൂ, ഒരുത്തിനൂടെ വന്നപ്പോ 384 അപ്പൊ അവൻ എത്ര? 384 330 പോയിട്ട് 54. ഇങ്ങനെയാണ് ഇത് വളരെ പ്രോപ്പറായി ചെയ്യുക. ഇനി നമ്മുടെ മെത്തേഡിൽ എങ്ങനെയാ ചെയ്യുന്നത്? 11 കുട്ടികൾ, അവരുടെ ശരാശരി 30. നമ്മൾ എണ്ണം എഴുതി, ശരാശരി എഴുതി. ഒരു കുട്ടി കൂടി വന്നു ചേർന്നു, 12 കുട്ടികൾ, ശരാശരി 32. ചിലപ്പോൾ 2 കൂടിയെന്നേ പറയുള്ളൂ, അപ്പോഴും നമ്മൾ എഴുതും 32. എണ്ണം എഴുതി, ശരാശരി എഴുതി. 11 കുട്ടികൾ, ശരാശരി 30. ഒരു കുട്ടി, 12 കുട്ടികൾ, ശരാശരി 32. മക്കളെ 11 12 1 കൂടി പ്ലസ് 1. 30 32 2 കൂടി പ്ലസ് 2. ഇനി ഇവിടെ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 32 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 32. ഇവിടെ കിടക്കുന്ന സംഖ്യയും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 12 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 11 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 22. വെറും 22 അല്ല, സിമ്പല് പ്ലസ് 22. കാര്യം 22 എന്ന് പറഞ്ഞാൽ പ്ലസ് 22. ഒന്നുകൂടെ ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്തു 32. 2 11 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 22. 32 22 കൂടെ ചേർത്ത് നമുക്ക് പറയാം 54 പുതുതായി വന്നവന്റെ അല്ലെങ്കിൽ 12ാമന്റെ ശരാശരി ഭാരം. സെറ്റാണ്, ഓപ്ഷൻ എ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ശരാശരിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൺസെപ്റ്റ് ആണ്. ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വരുന്നു, ഇത്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോകുന്നു, ഒരിടത്ത് നിന്ന് ഒരാൾ പോയിട്ട് പകരം വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വരുന്നു. ഇതിന് 3നും എളുപ്പവഴികളുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരാശരിയുടെ പാർട്ട് 5 പ്ലേലിസ്റ്റ് ശരാശരി നോക്കുക, ആവറേജ് നോക്കുക. അതിൻ്റെ പാർട്ട് 5 ഞാൻ ഈ കേസുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സമയമുള്ളവർ ജസ്റ്റ് കാണുക, അറിയാവുന്നവർ ജസ്റ്റ് ഇതൊന്ന് പഠിക്കുക. നെക്സ്റ്റ് ചോദ്യം: ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും എന്നതാണ് ചോദ്യം. നല്ലൊരു ചോദ്യം, ശ്രദ്ധിക്കുക. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. മക്കളെ, ഈ ചോദ്യം 1 മണിക്കൂറും 1 മിനിറ്റുമാണ്. നമുക്ക് നൈസായിട്ട് അതിനെ മാറ്റിയിട്ട് മൊത്തത്തിൽ അങ്ങ് മിനിറ്റ് ആക്കാം. കാര്യം മണിക്കൂറും മിനിറ്റും ഒക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ അത് ഫ്രാക്ഷനായി മാറും, അല്ലെങ്കിൽ പോയിന്റായി മാറും. അതിലും നല്ലത് മൊത്തത്തിൽ മിനിറ്റ് ആക്കാം.
കാര്യം ഒരു വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റുമാണ്, ചെറിയ യൂണിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ലാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, പിന്നെ ഒരു 30 മിനിറ്റ് 90 മിനിറ്റ്. ഇനി ഈ ചോദ്യം ഒന്ന് വായിച്ചേ. ഒരു 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു എങ്കിൽ 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും എന്നതാണ് ചോദ്യം. ഇപ്പൊ ഈ ചോദ്യം നിങ്ങൾ ആദ്യം വായിച്ചതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുണ്ട്. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും എങ്കിൽ 2 പൈപ്പുകൾ എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കും എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക മക്കളെ, ഈ പൈപ്പ് ആൻഡ് ടാങ്ക് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചതാണ്. പൈപ്പ് ആൻഡ് ടാങ്കിന്റെ പാർട്ട് 2-ല് ഈ സെയിം ക്വസ്റ്റ്യൻ സെയിം മോഡൽ തന്നെ കിടപ്പുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അതായത് ജോലി ടൈം ആൻഡ് വർക്കിന്റെ സെയിം അപ്രോച്ച് തന്നെയാണ് പൈപ്പ് ആൻഡ് ടാങ്ക്. അതായത് ടൈം ആൻഡ് വർക്കിൽ മനുഷ്യൻ ജോലി ചെയ്യുന്നു, പൈപ്പ് ആൻഡ് ടാങ്കിൽ പൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ ചോദ്യം നമ്മൾ മനുഷ്യന്റെ ചേർത്തൊന്ന് വായിക്കാം. 3 ആളുകൾ 90 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി 2 ആളുകൾ എത്ര സമയം കൊണ്ട് ചെയ്യും? ഇത് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ചതാ. സ്ഥിരം കാണുന്ന N1 T1 = N2 T2 അല്ലേ? ആലോചിച്ചു നോക്കെ. ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഇവിടെ പൈപ്പ് വന്നു എന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പലപ്പോഴും കണ്ടു 50 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 40 ആളുകൾ 25 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി 17 ആളുകൾ എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും? കണ്ടിട്ടില്ലേ? N1 T1 = N2 T2. ആ സെയിം സാധനം പൈപ്പ് വെച്ച് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. 3 ആളുകൾ 90 മിനിറ്റ് കൊണ്ട് ജോലി ചെയ്യും. 2 ആളുകൾ എത്ര? അതേപോലെ. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് N1 T1 = N2 T2. N1 T1 = N2 T2. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൈപ്പിന്റെ എണ്ണം 3 ഇൻറ്റു T1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൈപ്പ് എടുക്കുന്ന സമയം 90 മിനിറ്റ് = N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൈപ്പിന്റെ എണ്ണം 2. T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സമയം നമുക്കറിയില്ല. അപ്പൊ T2 കാണാനായിട്ട് ഈ 2-നെ ഇവിടോട്ട് വിട്ടു. 3 × 90/2 ഇതിവിടെ വരുന്ന ഡിവിഷൻ ആവും. ഇത് വെട്ടിക്കളയുമ്പോൾ 45. 45 × 3 ആണ് നമ്മുടെ രണ്ടാമത്തെ സമയമായി വരിക. 45 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 135 മിനിറ്റ്. അപ്പോ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുമെന്ന് ചോദിച്ചാൽ 135. അപ്പൊ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഡൗട്ട് അടിക്കും, സാറേ ഈ 135 എന്തുവാ? നമ്മൾ ഇക്വേഷനിൽ ഇട്ടത് മിനിറ്റാ, നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടൂ. നമ്മൾ കൊടുത്തത് മിനിറ്റാ, അപ്പൊ നമുക്ക് കിട്ടിയത് മിനിറ്റാ. 135 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. 135 മിനിറ്റ് ഓപ്ഷന് മിക്കവാറും കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 15 മിനിറ്റ്. ചിലര് ചിന്തിക്കും അതെങ്ങനെ വന്നു? എടാ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറായി, 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറായി, പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് 135 ആവുന്നത്. 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. 2 മണിക്കൂർ 15 മിനിറ്റ് ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അല്ലേ തന്നെ 135 മിനിറ്റിനെ ബൈ 60 ചെയ്താലും കിട്ടും 2 hours 15 minutes എന്ന്. കാര്യം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ ഞാൻ ഒരു വട്ടം കൂടെ പെട്ടെന്ന് പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഈ ചോദ്യം വായിച്ചു. 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. ഈ 1 മണിക്കൂർ 30 മിനിറ്റിനെ ഞാൻ നൈസായിട്ട് വെട്ടി 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകൾ എത്ര സമയം? ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. N1 T1 = N2 T2. ഇനി നിങ്ങൾക്കറിയാം 3 പൈപ്പുകൾ 90 മിനിറ്റ്, 2 പൈപ്പുകൾ സമയം അറിയത്തില്ല. അപ്പൊ T2 കാണാൻ 2-നെ ഇങ്ങോട്ട് വിട്ടു. നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് 135 മിനിറ്റ്. മക്കളെ 135 മിനിറ്റ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 മണിക്കൂർ 15 മിനിറ്റ് ഓപ്ഷൻ ഡി. ഇനി
പൈപ്പ് ആൻഡ് ടാങ്കിന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്കറിയാം, ഇതിന് ഞാനൊരു എളുപ്പവഴിയൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പം നമ്മൾ എഴുതും 3 ഗുണം 90. ഇനി 2 പൈപ്പുകൾ എത്രാന്ന് ചോദിച്ചാൽ ഡിവൈഡഡ് ബൈ 2. ഒന്നുകൂടെ 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പൊ ഇവിടുത്തെ 3 ഗുണം 90 എന്ന് എഴുതി. ഇനി 2 പൈപ്പുകൾ എടുക്കുന്ന സമയം കാണാൻ ഡിവൈഡഡ് ബൈ 2. ഇത് വെട്ടിക്കളയുമ്പോൾ 45. അപ്പോഴും നമുക്ക് കിട്ടും 135 മിനിറ്റ് എന്ന്. കാര്യം ക്വസ്റ്റ്യൻ മിനിറ്റിലേക്ക് മാറ്റി, നമ്മുടെ ഉത്തരവും മിനിറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, എടാ ഇതിന്റെ ലോജിക്ക് എന്തുവാ? അതായത് 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് 3 ഗുണം 90. കാര്യം 3 പൈപ്പുകൾ ചേരുമ്പോഴാണ് 90 മിനിറ്റ്. അപ്പൊ ഇവിടെ മൊത്തം എത്രയാന്ന് ചോദിച്ചാൽ 3 ഗുണം 90. കാര്യം ഈ പറയുന്ന പോലെ ജോലി കാണാനായിട്ട് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണെന്ന് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ചിട്ടുണ്ട്. 3 പൈപ്പുകളുടെ എഫിഷ്യൻസി 3 ആയിട്ട് കൊടുത്തു. 3 പേരുടെ സമയം നമ്മൾ 90 ആയിട്ട് കൊടുത്തു. എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്തപ്പോൾ ഇവിടുത്തെ ജോലി ഇതാണ് 3 ഗുണം 90. ആ ജോലി 2 പൈപ്പുകൾ ചെയ്യുന്ന സമയം കാണാൻ ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ ലോജിക്ക്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ഈ സാധനം നമുക്ക് ചെയ്യാം. 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. സെറ്റാണ് മക്കളെ. പൈപ്പ് ആൻഡ് ടാങ്കിന്റെ പാർട്ട് 2 ഒന്ന് കണ്ടു നോക്കിയാൽ നല്ലതായിരിക്കും. അടുത്ത ചോദ്യം ഇതേപോലെ. 8 പൈപ്പുകൾ 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. ഇതേ വലുപ്പമുള്ള 5 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും എന്നതാണ് ചോദ്യം. നമുക്ക് മണിക്കൂറും മിനിറ്റുവാ, നൈസായിട്ട് ഇതിനെ വെട്ടാം. 8 പൈപ്പുകൾ 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പം നമ്മൾ എഴുതി 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. കാര്യം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ്, സോറി 60 20 80 ആണ്. ഇനി ഈ ചോദ്യം ഒന്ന് വായിച്ചടാ മക്കളെ. 8 പൈപ്പുകൾ 80 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. ഇതേ വലുപ്പമുള്ള 5 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? സിമ്പിൾ പരിപാടിയല്ലേ, വളരെ എളുപ്പമല്ലേ. അതായത് ഈ ചോദ്യം ഇപ്പൊ ടൈം ആൻഡ് വർക്കിലെ ചോദ്യമായല്ലേ. 8 ആളുകൾ 80 മിനിറ്റ് കൊണ്ട് ജോലി ചെയ്യുന്നു എങ്കിൽ 5 ആളുകൾ എത്ര? സെയിം കൺസെപ്റ്റ്. ഇക്വേഷൻ വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പറ. N1 T1 ഈക്വൽ ടു N2 T2. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എണ്ണ 8 ഇൻറ്റു T1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയം 80 മിനിറ്റ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എണ്ണ 5 പൈപ്പ് ഇൻറ്റു T2 നമുക്കറിയത്തില്ല. അപ്പൊ T2നെ കാണാൻ ഇവിടേക്ക് വിട്ടു. 8 ഗുണം 80. ഈ 5 ഇവിടെ വന്ന് ഡിവിഷനായി. മക്കളെ 80നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് പറയാം 16 ആണ്. 80നെ 16 ഗുണം 8 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 16 ഗുണം 8 128 ആണ്. നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ സമയം 128. 128 എന്തുവാ? നമ്മളെ കൊടുത്ത മിനിറ്റിലാ. സോ നമ്മുടെ ഉത്തരവും മിനിറ്റിലാണ്. 128 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും എന്ന് മനസ്സിലായി. 128 ഓപ്ഷനിലില്ല. അപ്പോഴേ നമ്മൾ ചിന്തിക്കുക, എടാ 128 എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് 1 മണിക്കൂർ, 120 മിനിറ്റ് 2 മണിക്കൂർ, പിന്നെ ഒരു 8 മിനിറ്റ് കൂടെ. നമുക്ക് പറയാം 2 മണിക്കൂർ 8 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അല്ലെ 128നെ ബൈ 60 ചെയ്താലും മതി. 2 മണിക്കൂർ 8 മിനിറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സിമ്പിള് പരിപാടി, സെറ്റാണ്. ഇനി ഞാൻ മറ്റേ രീതിയും കൂടെ പറയാം. നിങ്ങളുടെ സൗകര്യം ഏതാണോ അത്. 8 പൈപ്പുകൾ 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പൊ ഇവിടുത്തെ മുഴുവൻ ജോലി 8 ഗുണം 80. ഈ മണിക്കൂർ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. മണിക്കൂർ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫ്രാക്ഷനൊക്കെ ആവും വട്ടാവും. 8 പൈപ്പുകൾ 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അപ്പൊ നമ്മൾ എഴുതി ഇവിടുത്തെ ജോലി 8 ഗുണം 80. കാര്യം 8 പൈപ്പുകളുടെ കഴിവ് 8, ഇവിടുത്തെ സമയം 80. 8 ഗുണം 80. 8 ഗുണം ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ 8 ഗുണം 80. ഇത്
5 പൈപ്പുകൾ ചെയ്യുന്ന സമയം കാണാൻ ഡിവൈഡഡ് ബൈ 5. 8 പൈപ്പുകൾ 8 ഗുണം 80. ഇത് 5 പൈപ്പുകൾ ചെയ്യുന്ന സമയം കാണാൻ ഡിവൈഡഡ് ബൈ 5. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് മനസ്സിലായി 128 മിനിറ്റ്. 128 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്, 2 മണിക്കൂർ 120 മിനിറ്റ് ആണ്, പിന്നെ ഒരു 8 മിനിറ്റ് കൂടെ. നമുക്ക് പറയാം 2 മണിക്കൂർ 8 മിനിറ്റ്. അല്ല, 128നെ 60 കൊണ്ട് ഭാഗിച്ചാലും കിട്ടും 2 മണിക്കൂർ 8 മിനിറ്റ്. സെറ്റാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നതാണ് ചോദ്യം. എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 2 റൈസ് ടു കെ പ്ലസ് 1 2 റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 5 ഈക്വൽ ടു 2 റൈസ് ടു 7 എങ്കിൽ കെയുടെ വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇവരുടെ 2 പേരുടെയും ഈ 2 സൈഡിൽ ബേസ് സെയിമാ. അതായത് താഴത്തെ ആളുകൾ സെയിമാ. താഴത്തെ ആളുകൾ സെയിമായ സംഖ്യകൾ അല്ലെ സെയിമായ കൃത്യംഗങ്ങൾ ഗുണിക്കാൻ ആ 2 അതുപോലെ എഴുതുക. എന്നിട്ട് പവറുകൾ തമ്മിൽ കൂട്ടി വെക്കുക. കെ പ്ലസ് 1 പ്ലസ് 5 എന്ന് വരും. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കുക, അതെന്താ മക്കളെ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അതായത് ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാനായിട്ട് ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടി വെക്കുക. അപ്പൊ ഇവരുടെ 2 പേരുടെയും ബേസ് 2. ബേസ് സെയിം ആണെങ്കിൽ ഇത് നടക്കും. ബേസ് 2. അപ്പൊ ആ ബേസ് അത് തന്നെ എഴുതി കെ പ്ലസ് 1ഉം 5 കൂടെ കൂട്ടുക ഈക്വൽ ടു 2 റൈസ് ടു 7. അപ്പൊ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 2 റൈസ് ടു കെ പ്ലസ് 6 ആവും. 2 റൈസ് ടു 7 എന്ന് വരും. നല്ലവണ്ണം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയും ഇവിടെയും ബേസ് 2. അപ്പൊ സ്വാഭാവികമായും ഇത് തുല്യമാണല്ലോ. അങ്ങനെയാണ് ഇവരുടെ പവർ സെയിം ആയിരിക്കുമല്ലോ. ആലോചിച്ച് നോക്ക്. അതായത് ഇവിടെ ഉള്ള ആളുകളും ഇവിടെ ഉള്ള ആളുകളും തുല്യമാണ്. ഇവരുടെ താഴെ 2 2. അപ്പൊ മേളിലുള്ളവരും ഒബ്വിയസ്ലി സെയിം ആവണം. അപ്പൊ നമുക്ക് പറയാം കെ പ്ലസ് 6ന്റെ വാല്യൂ 7 ആണ്. ഇവിടെ കെ പ്ലസ് 6ന്റെ വാല്യൂ 7 ആണെങ്കിൽ കെയുടെ വില കാണാൻ 7 മൈനസ് 6 1 എന്ന് പറയും. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കിട്ടും 1. അല്ലേ തന്നെ കെയും 6 കൂട്ടുമ്പോൾ 7 വരും. അപ്പൊ കെ എന്തായാലും 1 ആയിരിക്കുമല്ലോ. 1 6 അല്ലേ 7 വരിക. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് പറയാം 1 ആണ്. ഓപ്ഷൻ എ ആണ്. സെറ്റ് ആണ്. ഒന്നുകൂടെ പിടിച്ചേ. 2 നമ്മൾ അതുപോലെ എഴുതി. പവറുകൾ എമ്മി കൂട്ടുക. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. കെ പ്ലസ് 1ഉം 5 കൂടെ കൂട്ടുമ്പോൾ കെ പ്ലസ് 6 ആവും ഈക്വൽ ടു 2 റൈസ് ടു 7. ഇവരുടെ 2 പേരുടെയും ബേസ് സെയിമാ. ഇവിടെയും 2 അവിടെയും 2. ഇവർ 2 പേരും തുല്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ പവർ, അതായത് മേളിലുള്ളവരും സെയിം ആവണം. കാര്യം എല്ലാവരും തുല്യ, താഴത്തുകാർ തുല്യ, അപ്പൊ മേളത്തുകാരും തുല്യം ആവണമല്ലോ. അപ്പൊ കെ പ്ലസ് 6ന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി 7. അങ്ങനെയാണ് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 മൈനസ് 6 1 എന്ന് പറയാം. അപ്പൊ കെയുടെ വാല്യൂ 1 ആണ്. സെറ്റാണ്. അടുത്ത ചോദ്യം. ഇത് 2015 ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററിന്റെ പരീക്ഷയ്ക്ക് ഈ പാറ്റേണിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. കുറച്ചുകൂടെ വലിയ ചോദ്യമാണ്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇതാണ് ചോദ്യം. 2 റൈസ് ടു 8 ഗുണം, നോക്കിക്കോണം, 2 റൈസ് ടു 8 ഗുണം 1/2 റൈസ് ടു 3 ഈക്വൽ ടു 16 ഗുണം 2 റൈസ് ടു n ആയാൽ എന്നിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? അപ്പൊ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ബേസ് നമുക്കൊന്ന് സെയിം ആക്കാം. അതായത് ഇത് 2ന്റെ പവറാണ്, ഇതും 2ന്റെ പവറാണ്, ഇതും 2ന്റെ പവറാണ്. അപ്പൊ ഇവനെയും നമുക്ക് 2ന്റെ പവറാക്കി ഒന്ന് എഴുതാം. അപ്പൊ 16 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2 റൈസ് ടു 4. ആലോചിച്ചു നോക്ക്.
അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും, അങ്ങനെ എഴുതാൻ പറ്റിയില്ലല്ലോ. ഓ പറ്റൂടാ, അങ്ങനെ അല്ലാതെ ചോദ്യം മുമ്പോട്ട് പോകത്തില്ല. അല്ലെ വേറൊരു രീതി ചിന്തിക്കുക, 2ന്റെ സ്ക്വയറാ 4, ആ 4ന്റെ സ്ക്വയർ അങ്ങനെ വേണേലും ചിന്തിക്കുക, 2 2 4 ആവും. അല്ലേ തന്നെ 16 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 4 ഗുണം 2 8 ഗുണം 2 16 2/4. അപ്പൊ നമുക്ക് അവരെ എങ്ങനെ എഴുതാം? 2/8 ബൈ 2/3 ഈക്വൽ ടു 2/4 ഗുണം 2/n എന്ന് എഴുതാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാര്യം 16 എന്ന് പറയുന്നത് 2/4 ആണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഓക്കെ, ഇനി ചില കുഞ്ഞുങ്ങൾ മനസ്സിൽ ചിന്തിക്കും, നീ ഇതെങ്ങനെ ഒരുമിച്ച് എഴുതി? കാര്യം ഇവിടെ 2/8 ഒന്നുകൊണ്ട് ഗുണിച്ചാൽ 2/8 തന്നെയാണ്, ബൈ 2/3. കാര്യം ഇവിടെ ന്യൂമറേറ്റർ 2/8 ഉള്ളു, ഇവിടെ 1 ബൈ 2/3. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് നല്ലവണ്ണം നോക്കി. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ക്രോസ് ഒക്കെ ചെയ്യാം, ഇപ്പോഴേ വേണ്ട. നിങ്ങളത് നല്ലവണ്ണം നോക്കി. ഇത് എക്സ്പോണൻസിന്റെ ഡിവിഷൻ അല്ലേ? ആലോചിച്ച് നോക്ക്. എക്സ്പോണൻസിന്റെ ഡിവിഷൻ അല്ലേ? ആലോചിച്ച് നോക്ക്, നല്ലവണ്ണം നോക്ക്. എക്സ്പോണൻസിന്റെ ഡിവിഷനാണ് ഈ സാധനം. അതായത് ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കുക. നമ്മൾ പഠിച്ചു ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഇവിടെ ബേസ് 2, ഇവിടെയും ബേസ് 2, താഴെ 2. അപ്പൊ പവറുകൾ തമ്മിൽ കുറയ്ക്കുക. ഇത് റൂളായിട്ട് പറഞ്ഞാൽ a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറയുന്നത് മക്കളെ a/m-n ആണ്, m-n. അതേപോലെ 2/8 2/3 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 2/8 - 3, അതായത് 2/5 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? മുമ്പോട്ട് പോവാവും. ഇത് 2/5 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? അതായത് ബേസ് സെയിം ആയ സംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. ബേസ് സെയിം, ബേസ് അത് തന്നെ എഴുതി 8 3 കൂടെ കുറച്ചു 5. അല്ലേ തന്നെ സിമ്പിൾ ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മേളിൽ 2 8 പ്രാവശ്യമുണ്ട്, താഴെ 2 3 പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ മേളിൽ നിന്നും താഴെ നിന്നും 2 3 പ്രാവശ്യം പോയാൽ അപ്പോഴും മേളിൽ ഒരു 2 5 പ്രാവശ്യമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ 2/5 ഈ സൈഡിലായി. ഇവിടെ മക്കളെ ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കുവാണ്. ആലോചിച്ച് നോക്ക്. 2/4 ഇൻറ്റു 2/n. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടി വെക്കണം. 4 + n. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിലും പഠിച്ചിട്ടുണ്ട്. a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് a/m+n ആണ്. ബേസ് സെയിമായ സംഖ്യകൾ, ഇവിടെ ബേസ് 2, അത് ഗുണിക്കാൻ പവർ 4n കൂടെ കൂട്ടുക, 4 + n. ഓക്കെ, ഇനി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അപ്പുറോ ഇപ്പുറോ സെയിമ. ഓ ആടാ സെയിമ. ഇവിടെയും താഴെ 2, അവിടെയും 2. ഓ ആടാ 2. എല്ലാവരും സെയിമാണ്. മേളത്തുകാരും സെയിം ആയിരിക്കും. ആലോചിച്ച് നോക്കെ. ഒരു വീട്ടിലെല്ലാവരും സെയിമാ. അവിടെ ഇവിടെ താഴെ 2. അപ്പൊ മേളിലും സെയിം ആയിരിക്കുമല്ലോ. ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് പറയാം 5 = 4 + n. നോക്ക്, 5 = 4 + n. അങ്ങനെയാണ് എന്നിന്റെ വില കാണാൻ ഈ 4 ഇവിടേക്ക് പോയി 5 - 4 1 എന്ന് പറയാം. അല്ലേ തന്നെ സിമ്പിളി ആലോചിക്കും. 4 ഒരു സംഖ്യയോടെ കൂട്ടുമ്പോൾ 5 വരണം. 4 ഒന്നുകൂടെ കൂട്ടുമ്പോഴാ. അപ്പൊ ഈ 4 ഇപ്പുറത്തേക്ക് പോയി മൈനസ് വന്നു. 1 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്, സെറ്റ് ആണ്. മുമ്പോട്ട് പോവാം. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും. 2/8 ബൈ 2/3. കാര്യം ഇത് ഇൻറ്റു 1 ചെയ്താലും അത് തന്നെ. ഈക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ 2/4 ഗുണം 2/n. മക്കളെ ഇത് a/m ഡിവൈഡഡ് ബൈ a/n ആണ്. അതായത് ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതുക, പവറുകൾ തമ്മിൽ കുറയ്ക്കുക. 8 - 3 5 ഈക്വൽ ടു ഇത് a/m ഇൻറ്റു a/n ഫോമിലാണ്. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടുക, a/m+n. അവിടെയും ഇവിടെയും സെയിമാ.
ഇവിടെ താഴെ 2, അവിടെയും താഴെ 2. അപ്പൊ ഒബ്വിയസ്ലി മേളത്തെ കാര്യം സെയിമാ. ഇവിടെ മേളിൽ 5, അവിടെ 4 + n. അങ്ങനെയാണ് എന്നിന്റെ വാല്യൂ കാണാൻ ഈ 4 ഇപ്പുറത്തേക്ക് വന്ന് 5 - 4 1 വരും. എന്നിന്റെ വാല്യൂ 1 ആണ്. ഓപ്ഷൻ സി ആണ്, സെറ്റാണ്. അടുത്ത ചോദ്യം. ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. മക്കളെ, ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയ്ക്കും ബിക്കും കൂടി അതേ ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നതാണ് ചോദ്യം. മക്കളെ, ഇവിടുത്തെ സമയമാണ് ചോദിച്ചേക്കുന്നത്. ഏത് സമയം? ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, ടൈം ആൻഡ് വർക്കിൽ എപ്പോഴും സമയം കാണാൻ നമ്മൾ തലേദിവസം ചെയ്ത ക്വസ്റ്റ്യനിൽ ഈ മോഡലിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കണം. ഇത്തരത്തിലുള്ള ഏത് ചോദ്യത്തിലെയും ജോലി എന്ന് പറയുന്നത് എപ്പോഴും തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കണം. ചോദ്യത്തിൽ ഏതൊക്കെ സമയമുണ്ടോ അവരുടെ LCM. അപ്പൊ എയുടെ സമയം 20, എയുടെയും ബിയുടെയും കൂടെ സമയം 12. ഇവരുടെ LCM എടുക്കുക. ഇവരുടെ LCM നമുക്ക് 60 ആണ് എന്ന് മനസ്സിലാവും. ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ് കണ്ടവർക്കറിയാം. വലിയ സമയം 20. 12 കൊണ്ട് പറ്റത്തില്ല. 20ന്റെ അടുത്ത ഗുണിതം 40 വലിയ സമയത്തിന്റെ, 12 കൊണ്ട് പറ്റില്ല. 20ന്റെ അടുത്ത ഗുണിതം 60, 12 കൊണ്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ LCM ആണ്, 60 ആണ് എന്ന് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? നീ അല്ല ഡയറക്റ്റ് LCM എടുത്താലും മതി. ടൈം ആൻഡ് വർക്ക് പഠിച്ചവർക്ക് ഈസി ആയിട്ട് LCM എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി 60 ആണ്. ആര് ചെയ്താലും ഇവിടുത്തെ ജോലി 60. എ ചെയ്താലും 60, ബി ചെയ്താലും 60, എയും ബിയും കൂടെ ചെയ്താലും 60, നമ്മൾ പോയി ചെയ്താലും 60, നാട്ടുകാർ പോയി ചെയ്താലും 60 ആണ്. ജോലി 60 ആണ്, മാറ്റമില്ല. 20 60 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എയുടെ കഴിവ് എത്ര? 3. 12 60 ആവാൻ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ കഴിവ് എത്ര? 5. നിങ്ങൾ ആലോചിക്ക്, എയുടെയും ബിയുടെയും കൂടെ കഴിവ് 5, അതിൽ എയുടെ മാത്രം കഴിവ് 3. അപ്പൊ സ്വാഭാവികമായും ബിയുടെ കഴിവ് 2. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ 2 പേരുടെ കയ്യിൽ 5 പൊറോട്ടയുണ്ട്. അതിൽ 3 പൊറോട്ട ഇവന്റെ കയ്യിൽ ഇരിക്കുകയാണ്. 3 പോയിട്ട് ബാക്കി 2 പൊറോട്ട മറ്റവന്റെ കയ്യിലാണ്. ആലോചിച്ച് നോക്ക്, എയുടെയും ബിയുടെയും കയ്യിൽ 5 എണ്ണം, അതിൽ എയുടെ മാത്രം കഴിവ് 3. അപ്പൊ ബിയുടെ 5ന്ന് 3 പോയിട്ട് 2. നമ്മളോട് ബി ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. ബി ചെയ്യുന്ന സമയം കാണാൻ ആകെ ജോലിയായ 60 ബി ചെയ്യുന്ന സമയമായതുകൊണ്ട് ബിയുടെ കഴിവ് 2. നമുക്ക് പറയാം 30. സെറ്റ് 30. ഓപ്ഷൻ സി, സിമ്പിൾ. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. നമ്മളോട് ബി ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലി തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കണ്ടുപിടിച്ചു. എപ്പോഴും ജോലി എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ LCM ആണ്, മാറ്റമില്ല. 60. ഒന്നുകിൽ എളുപ്പവഴി ഉപയോഗിക്കാമല്ലേ ഇങ്ങനെ. 20 60 ആവാൻ 3, 12 60 ആവാൻ 5. അപ്പൊ എയുടെ കഴിവ് 3, എയുടെയും ബിയുടെയും കൂടെ കഴിവ് 5, 2 പേരുടെയും കൂടെ കഴിവ് 5, അതിൽ എയുടെ മാത്രം കഴിവ് 3. ഒബ്വിയസ്ലി ബിയുടെ കഴിവ് 5ന്ന് 3 പോയിട്ട് 2. നമ്മളോട് ബി ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. കഴിവിന്റെ സ്ഥാനത്ത് ബിയുടെ കഴിവ്. ജോലി 60 ആണ്, ബിയുടെ കഴിവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഉത്തരം 30 കിട്ടുന്നു. സിമ്പിളാണ്. ഇപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, സാറേ XY ഡിവൈഡഡ് ബൈ X - Y എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് വേണേലും ഇത് ചെയ്യത്തില്ലേ? വലിയ സമയം Xനും ചെറിയ സമയം Yക്കും കൊടുത്ത് 100% അത് ചെയ്യാം. പക്ഷെ ചോദ്യം ഏതെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നാലും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനകത്ത് എല്ലാ ചോദ്യവും ചെയ്യാം. കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള
2021 12th പ്രിലിംസിൽ ചോദിച്ച വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം വായിക്കും. രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. നോക്കടാ, രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. 18. രാജുവും രമയും രമണിയും കൂടി നോക്കിക്കോണം. രാജു, രമ, രമണി, 3 പേരൂടെ. രാജു, രമ, രമണി 3 പേരും കൂടി അതേ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ രാജുവിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. ഈ ചോദ്യമൊക്കെയാണ് ഇക്വേഷൻ വഴി നടക്കത്തില്ല, കൺസെപ്റ്റിലാണ് കാര്യം. അപ്പൊ ഒന്നുകൂടെ, രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. ഇനി രാജു, രമ, രമണി 3 പേര്, അവര് 3 പേരും കൂടെ ഈ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രാജു ഒറ്റയ്ക്ക് ഈ ജോലി എത്ര? മക്കളെ, നമ്മളോട് സമയമാ ചോദിച്ചേക്കുന്നത്. ആരുടെ സമയം? രാജുവിന്റെ സമയമാ ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ നമുക്ക് എല്ലായ്പ്പോഴും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. നമ്മൾ ആദ്യം ഇവിടുത്തെ ജോലി അങ്ങോട്ട് കണ്ടുപിടിക്കുക. ജോലി തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ്. എപ്പോഴും ഓർത്തോളുക, ടൈം ആൻഡ് വർക്കിലെ പൈപ്പ് ആൻഡ് ടാങ്കിലെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ് ഇത്തരം ചോദ്യങ്ങളിൽ. അപ്പൊ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുത്തു. 12ന്റെയും 18ന്റെയും 4ന്റെയും LCM എടുക്കുക. വലിയ സംഖ്യ 18. 12 കൊണ്ട് പറ്റത്തില്ല, 4 കൊണ്ടും പറ്റത്തില്ല, അന്നേരം നമ്മൾ എടുക്കത്തില്ല. 18ന്റെ അടുത്ത ഗുണിതം 36. 12 കൊണ്ടും പറ്റും, 18 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. അപ്പൊ വലിയ സമയം 18, 12 കൊണ്ട് പറ്റില്ല. 18ന്റെ അടുത്ത ഗുണിതം 36. 12 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ജോലി LCM ആണ്, അത് 36 സൈഡിൽ കൊണ്ട് LCM നോക്കാം, പക്ഷെ LCMത്തിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ ലിങ്കിൽ ഇട്ടേക്കാം, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ പ്രയോജനപ്പെടും. അപ്പൊ ഇവിടുത്തെ ജോലി 36. ഇനി 12 ആര് ചെയ്താൽ ഇവിടെ ജോലി 36 കേട്ടോ. ഞാൻ ചെയ്ത, നിങ്ങൾ ചെയ്ത, നമ്മൾ ചെയ്ത, നാട്ടുകാർ ചെയ്ത, ബംഗാളികൾ പോയി ചെയ്ത, ആര് ചെയ്താലും 36. 12 36 ആവാൻ മക്കളെ 3, 18 36 ആവാൻ മക്കളെ 2, 4 36 ആവാൻ മക്കളെ 9. 12 36 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിക്കണം. 18 36 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, 4 36 ആവാൻ 9 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലായി? രമയുടെ കഴിവ് 3, രമണിയുടെ കഴിവ് 2, രാജു, രമ, രമണി ഈ 3 പേരുടെയും കൂടെ കഴിവ് 9. രമയുടെ കഴിവ് 3, രമണിയുടെ കഴിവ് 2, രാജു, രമ, രമണി ഇവരുടെ കഴിവ് 9. നമുക്ക് വേണ്ടിയത് രാജു ചെയ്യുന്ന സമയമാണ്. അപ്പൊ രാജുവിന്റെ കഴിവ് വേണം. നിങ്ങൾ പറ, രാജുവിന്റെ കഴിവ് എത്ര? സിമ്പിൾ ലോജിക്. രാജുവിന്റെ കഴിവ് 4 ആണെന്ന് ഞാൻ പറയും. നിങ്ങൾ സമ്മതിക്കൂ? അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും, അതെങ്ങനെ? എടാ, രാജു, രമ, രമണി ഇവരുടെ 3 പേരുടെയും കൂടെ കഴിവ് 9. അതിൽ രമയുടെ കഴിവ് 3. ഇനി രമണിയുടെ കഴിവ് 2. അപ്പൊ തന്നെ 5 ആയി. 9ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 4 കഴിവ് രാജുവിൻ്റെ ആണ് എന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിക്കോ? ഓക്കെ ആണോ? ഇനി എന്നിട്ട് സമ്മതിക്കാൻ വയ്യാങ്കിൽ ഞാനൊരു കാര്യം പറയാം. രാജു, രമ, രമണി ഇവരുടെ കയ്യിൽ 9 മിഠായി ഉണ്ട്. 3 പേരുണ്ട്, 9 മിഠായി. അതിൽ 3 മിഠായി രമണിയുടേതാണ്, 2 മിഠായി രമയുടേതാണ്. വാട്ടവർ, അത് ആരിലും ആയിക്കോട്ടെ. അല്ല, 3 മിഠായി രമയുടേതാണ്, 2 മിഠായി രമണിയുടേതാണ്. 9 മിഠായി 3 പേരുടെ കയ്യിലുണ്ട്. അതിൽ 3ന്റെ അവകാശിയായി, 2ന്റെ അവകാശിയായി. അപ്പൊ തന്നെ 5 മിഠായി അവരുടേതാണ്. 9ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 4 രാജുവിൻ്റെ. അപ്പൊ രാജുവിന്റെ കഴിവ് നമുക്ക് മനസ്സിലായി 4 മൊത്തം കഴിവ് 9. അതിൽ 3 രമ, 2 രമണി, 3ന് 2 5. 9ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 4 രാജു. നമ്മളോട് ചോദിച്ചേക്കുന്നത് രാജു ചെയ്യുന്ന സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി മക്കളെ 36 ആര് ചെയ്താലും. കഴിവിന്റെ സ്ഥാനത്ത് രാജു ചെയ്യുന്ന സമയമായതുകൊണ്ട് രാജുവിന്റെ കഴിവ് നമുക്ക് മനസ്സിലായി 4. 36നെ 4 കൊണ്ട് ഭാഗിച്ച്
നമ്മുടെ ഉത്തരം 9 പക്ക ക്ലിയർ ആണ്, ഓപ്ഷൻ എ ആണ്. ജോലിയായ 36 രാജു ചെയ്യുന്ന സമയം, രാജുവിന്റെ കഴിവ് 4. നമ്മുടെ ഉത്തരം 9 പക്ക. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അത്യാവശ്യം വലിയ നമ്പറുകളാണ് മക്കളെ. ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യം വരുമ്പോഴേ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒറ്റയാന്റെ കൺസെപ്റ്റ് ആലോചിക്കുക. ഒറ്റയാനെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനെന്ന് ആലോചിച്ച് നോക്ക്. അതായത് 4 പേരുണ്ടെങ്കിൽ 3 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇല്ലാത്ത 4മത്തവനെ വേണം ചിന്തിക്കാൻ. ഇനി പല കുഞ്ഞുങ്ങളും എന്നോട് പലപ്പോഴും ഡൗട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, സർ ഇവന് ഈ പ്രത്യേകതയുണ്ട്, അങ്ങനെയാണ് ഇവൻ ഒറ്റയാനാണ്. അങ്ങനെ നോക്കിയാൽ ലോകത്തുള്ള എല്ലാ സംഖ്യകൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും. എല്ലാ മനുഷ്യർക്കും കാണും. ഈച്ച് ആൻഡ് എവരി വൺ ഈസ് യുണീക്ക്. പക്ഷേ എന്താണ്, അവർ ഒറ്റയാനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റയാനാവണമെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകത ആ ഒരു രീതിയിൽ വേണം ചിന്തിക്കാൻ. അപ്പം 4 പേരിൽ ഒറ്റയാനെ വേണമെങ്കിൽ 3 പേർക്കൊരു പ്രത്യേകത ഉണ്ട്, ആ പ്രത്യേകത ഇല്ലാത്ത 4മത്തെ. മക്കളെ, അത്യാവശ്യം വലിയ വലിയ സംഖ്യകളാണെങ്കിൽ, ഒരു 3 അക്കത്തിന് പുറത്ത് അത്യാവശ്യം വലിയ സംഖ്യകളാണെങ്കിൽ ഒന്നുകിൽ ഇത് ഡിവിസിബിലിറ്റി വഴി ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ഇത് കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ആ രീതിയിൽ വേണം ഇതിനെ ചിന്തിക്കാൻ. ഒന്നുകൂടെ പറയുന്നു, 4 അക്കം 5 അക്കം 6 അക്ക സംഖ്യകളൊക്കെ തന്നിട്ട് ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ മോസ്റ്റ്ലി ഇത് ഡിവിസിബിലിറ്റി റൂള് പ്രകാരം, അതായത് 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ ഹരണ സാധ്യത പ്രകാരമായിരിക്കും. അല്ലെങ്കിൽ ഇവരെ കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കിട്ടും. നമുക്ക് ഇവരെ എല്ലാം ഒന്ന് കൂട്ടി നോക്കാം. ഓപ്ഷൻ എയിലെ ആളുകളെ കൂട്ടി നോക്കുമ്പോൾ 2 5 7, 7 6 13, 13 3 16, 16 1 17, കൂട്ടി നോക്കുമ്പോൾ 17 വന്നു. അടുത്ത കൂട്ടം 5 2 7, 7 1 8, 8 6 14, 14 3 17, അടുത്ത കൂട്ടുമ്പോഴും 17 വന്നു. അടുത്ത കൂട്ട 3 3 6, 6 4 10, 10 4 14, 14 2 16, അടുത്ത കൂട്ടുമ്പോൾ 16 വന്നു. അടുത്ത കൂട്ട 3 4 7, 7 4 11, 11 2 13, 13 4 17, ഓക്കെ ആണ്. അതും കൂട്ടുമ്പോൾ 17 വന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒറ്റയാനെ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം ഒറ്റയാനെന്ന് പറഞ്ഞാൽ 3 പേർക്കും ഇല്ലാത്ത 4മത്തെ പ്രത്യേകത ഉള്ളവൻ. അതെ, 3 പേർക്കും കോമൺ ആയ ഒരു പ്രത്യേകതയുണ്ട്. ഇവനെ കൂട്ടി നോക്കുമ്പോഴും 17 അക്കത്തുക, ഇവനെ കൂട്ടി നോക്കുമ്പോഴും 17, ഇവനെ കൂട്ടി നോക്കുമ്പോഴും 17, പക്ഷെ ഇവനെ കൂട്ടി നോക്കുമ്പോൾ 16 വരിക. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തവൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ്. കാര്യം ബാക്കി 3 പേരും കൂട്ടി നോക്കുമ്പോൾ 17, പക്ഷെ ഇവൻ മാത്രം 16. അപ്പൊ ഓർത്തു വെച്ചോളുക, ഈ 3 അക്ക സംഖ്യക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ സംഖ്യകൾ വരുവാണെങ്കിൽ മോസ്റ്റ്ലി, എല്ലായ്പ്പോഴും നല്ല പറയുന്ന 99% നിങ്ങൾ ഇവരെ കൂട്ടി നോക്കുക, അവരുടെ പ്രത്യേകതയായിരിക്കും ഒന്ന്. അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി, നിശേഷ കാരണം വഴിയുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ ആണ് മക്കളെ. നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ചോദ്യം കൂടെ ചെയ്യും. നോക്കിക്കേ, ഒറ്റയാനെ കണ്ടെത്തുകയാണ്. ഇവിടെ 6 അക്കമുള്ള സംഖ്യകളാണ്. എങ്ങനെയുണ്ട്? നമുക്ക്, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ പോലെ ഇത്രയും വലിയ സംഖ്യകൾ വന്നതുകൊണ്ട് നമുക്ക് ഈ സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. നമുക്ക് നോക്കാം. ഓരോ സംഖ്യ ഇത് കൂട്ടിക്കേ, 2 3 5, 5 5 10, 10 8 കൂടെ കൂട്ടുമ്പോൾ 18. അപ്പൊ ഇത് കൂട്ടിയപ്പോൾ മക്കളെ നമുക്ക് 18 എന്ന് കിട്ടി. ഇനി ഇതൊന്ന് കൂട്ടിക്കേ, 5 5 10, 10 1 11, 11 9 20, 20 1, ഇത് കൂട്ടിയപ്പോൾ 21 എന്ന് കിട്ടി. 8 8 16, 17, 24, 26, 27, ഇത് കൂട്ടിയപ്പോൾ നമുക്ക് 27 എന്ന് കിട്ടി. 6 3 9, 9 1 10, 10 1 11, 11 7 18 എന്ന് കിട്ടി. മക്കളെ, ഇത് കൂട്ടിയപ്പോൾ 18, ഇത് കൂട്ടിയപ്പോൾ 21, ഇത് കൂട്ടിയപ്പോൾ 27, ഇത് കൂട്ടിയപ്പോൾ 18. നിങ്ങൾക്ക് ഇവരുടെ ഒറ്റയാനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? മുമ്പത്തെ ചോദ്യമായിരുന്നു ചിലയിടത്തൊക്കെ 17, ചിലയിടത്തൊക്കെ 16. വളരെ സിമ്പിളായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ചിലപ്പോൾ ഇതിനകത്ത് ഡിവിസിബിലിറ്റിയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാലോചിച്ചേ, 18 എന്ന് പറയുന്നത് ചിലർ ചിന്തിക്കും 2 ഇരട്ട, 2 ഒറ്റ, എന്നാലും നടക്കത്തില്ല. കാര്യം ഒറ്റയാനെ കണ്ടെത്തണമെങ്കിൽ
മൂന്ന് പേർക്കും ഒരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത ഇല്ലാത്ത നാലാമത്തവനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒപ്പിക്കാം? മക്കളെ, 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്. ഈ 9ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ അറിയുന്നത്? അക്കങ്ങൾ കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതം കിട്ടുമെന്ന് നോക്കിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 21 9ന്റെ ഗുണിതമല്ല. 27 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്. 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്. പക്ഷെ 21 9ന്റെ ഗുണിതമല്ല. 3ന്റെ ഗുണിതമാണ്, പക്ഷെ 9ന്റെ ഗുണിതമല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാന്ന് ചോദിച്ചാൽ ഇവര് 3 പേരും 9ന്റെ ഗുണിതമാണ്, പക്ഷെ ഇവൻ മാത്രമല്ല. അപ്പൊ ഇവനാണ് ഈ കൂട്ടത്തിൽ ഒറ്റയാൻ. അപ്പൊ ചിലർ ചിന്തിക്കും, സാർ എല്ലാം 3ന്റെ ഗുണിതമല്ലേ? 3ന്റെ ഗുണിതം എല്ലാവരും. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ഒറ്റയാനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആലോചിച്ച് നോക്കി, ഇത് 3ന്റെ, ഇത് 3ന്റെ, ഇത് 3ന്റെ. പക്ഷേ 3ന്റെ ഗുണിതം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒരു ഒറ്റയാൻ എന്നുള്ള ഒരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരും 3ന്റെ ഗുണിതം. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുമ്പോൾ 3 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത ഇല്ലാത്ത നാലാമത്തവൻ. അപ്പൊ ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാന്ന് ചോദിച്ചാൽ ഇവനാണ്. കാര്യം ഇവനും 9ന്റെ ഗുണിതമാണ്, ഇവനും 9ന്റെ ഗുണിതമാണ്, ഇവനും 9ന്റെ ഗുണിതമാണ്. പക്ഷെ ഇവൻ 9ന്റെ ഗുണിതമല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലേക്കാണ് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലും അതായത് റിവിഷൻ ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അത്യാവശ്യം 4 ഡയറക്ഷൻസ് ഏതാണെന്ന് അറിയണം, പിന്നെ വലതും ഇടതും എടുക്കാൻ അറിയണം. അത്യാവശ്യം മിക്കവാറും ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 4 ഡയറക്ഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. മേളിലോട്ട് പോകുന്നത് വടക്കാണ്, താഴോട്ട് പോകുന്നത് തെക്കാണ്, വലത്തോട്ട് പോകുന്നത് കിഴക്കാണ്, ഇടത്തോട്ട് പോകുന്നത് പടിഞ്ഞാറാണ്. മേളിലോട്ട് വടക്ക്, താഴോട്ട് തെക്ക്, വലത്തോട്ട് കിഴക്ക്, ഇടത്തോട്ട് പടിഞ്ഞാറ്. ഓക്കെ ആണ്. ഒന്നുകൂടെ പറയുന്നു, നിങ്ങളോട് ആരെങ്കിലും വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ മേളിലോട്ട് വടക്കൻ ജില്ലകൾ, തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ താഴോട്ട് തെക്കൻ ജില്ലകൾ, ഇനിയും കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട് വരയ്ക്കുക, കഴിക്കുന്ന ഭാഗം കിഴക്ക്, വലത്തെ കൈകൊണ്ട് കഴിക്കുന്നു, വലത്തോട്ട് വരയ്ക്കുക, ഇടത്തോട്ട് വരച്ചാൽ പടിഞ്ഞാറ്, മുമ്പോട്ട് പോവാം, മേളിലോട്ട് വടക്ക്, താഴോട്ട് വരച്ചാൽ തെക്ക്, വലത്തോട്ട് വരച്ചാൽ കിഴക്ക്, ഇടത്തോട്ട് വരച്ചാൽ പടിഞ്ഞാറ്. ബാക്കി നമുക്ക് നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. മക്കളെ, ഇതാണ് രാജു യാത്ര തുടങ്ങിയ സ്ഥലം. അത് നന്നായിട്ട് അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് രാജു യാത്ര തുടങ്ങിയ സ്ഥലം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട്, വടക്കോട്ടെന്ന് പറഞ്ഞാൽ മേളിലോട്ട് 8 കിലോമീറ്റർ പോയി. ഓക്കെ, വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. വലത്ത് 2 രീതിയിൽ നമുക്ക് വലത്തെടുക്കാം. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, മേളിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വലത്തെ കൈ എങ്ങോട്ടാണ് എന്ന് ആലോചിക്കും. അങ്ങോട്ട് പോകുമ്പോൾ വലത്തെ കൈ അങ്ങോട്ടാണ്, അങ്ങോട്ട് 2 കിലോമീറ്റർ എന്ന് വരയ്ക്കും. ഇനി അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് പറയുന്നു, ഡയറക്ഷനിൽ വലതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഇടതെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ വലതെന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർക്കുക ക്ലോക്ക് തിരിയുന്നത് പോലെ. മക്കളെ, ഇതിപ്പോ ഒരു സൂചിയാണെന്നിരിക്കട്ടെ, ആലോചിച്ചു. ഇതിപ്പോ ഒരു സൂചിയാ 12ൽ ഇരിക്കുന്നു. ക്ലോക്ക് എങ്ങനെയാ തിരിയുന്നത്? ഇങ്ങനെ 1 2. അപ്പൊ അങ്ങോട്ട് വലത്തോട്ട് 2. ഓക്കെ ആണ്. ഇനി എന്താ പറയുന്നത്? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വലത്തോട്ടെന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കണം, എടാ ക്ലോക്ക് തിരിയുന്നത് പോലെ. അല്ലേ ചിലർ ആലോചിക്കും അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വലത്തെ കൈ താഴോട്ടെന്ന് ചിന്തിക്കും. ഇനി അതല്ല, വലതെടുക്കാൻ ബുദ്ധിമുട്ടാണ്, എടാ ക്ലോക്ക് തിരിയുന്നത് പോലെ. ഇതിപ്പോ ഒരു സൂചിയാണ്. ഏത് സൂചി? 3ലിരിക്കുന്ന ക്ലോക്കിന്റെ സൂചിയാണെങ്കിൽ ഇത് കണ്ടോ, ക്ലോക്ക് എങ്ങനെയാ പോകുന്നത്? 4 5 6 താഴോട്ട്. അപ്പൊ താഴോട്ട് 2 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ബേസിക് ഫിഗർ. ഓക്കെ ആണ്. അപ്പൊ സോറി, 2 അല്ല, താഴോട്ട് 1 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഫിഗർ. അപ്പൊ മക്കളെ, ഒന്നുകൂടെ പറയുന്നു, വടക്കോട്ട് 8 കിലോമീറ്റർ മേളിലോട്ട്, ഇനി വലത്ത് തിരിഞ്ഞ് 2 കിലോമീറ്റർ വലത്ത് അങ്ങോട്ട്,
2 കിലോമീറ്റർ. വീണ്ടും വലത് തിരിഞ്ഞ്, വലതെന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിഞ്ഞ് താഴോട്ട് 1 കിലോമീറ്റർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? മക്കളെ, സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, അവൻ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവൻ എങ്ങോട്ടാണ് ലാസ്റ്റിൽ പോയത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ ആണ്. അവൻ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവൻ എങ്ങോട്ടാണ് ലാസ്റ്റിൽ പോകുന്നതെന്ന് മാത്രം. അവൻ ഏറ്റവും ലാസ്റ്റ് താഴോട്ടാണ് പോകുന്നത്. അപ്പൊ അവൻ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തെക്കോട്ടാണ് പോകുന്നത്. ഓപ്ഷൻ ബി ആണ്, സെറ്റാണ്, മുമ്പോട്ട് പോവാം. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, എടാ ഇവിടെ നിന്നൊക്കെ നോക്കണ്ടേ, ഞാൻ അതിലേക്ക് വരാം, അത് പ്രത്യേകം ചോദ്യമാണ്. അവൻ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഏറ്റവും ലാസ്റ്റിൽ എങ്ങോട്ടാണ്? അവൻ ഏറ്റവും ലാസ്റ്റ് താഴോട്ട്. താഴെന്ന് പറഞ്ഞാൽ തെക്കോട്ട്. അവൻ ഏത് ദിശയിലേക്കാണ് പോകുന്നത്? തെക്കോട്ട്. അവൻ ഏറ്റവും ലാസ്റ്റ് മേളിലോട്ടാണ് പോകുന്നതെങ്കിൽ വടക്കോട്ട്. അവൻ ഏറ്റവും ലാസ്റ്റ് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ കിഴക്കോട്ട്. അവൻ ഏറ്റവും ലാസ്റ്റിൽ ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട്. അവൻ ഏറ്റവും ലാസ്റ്റിൽ താഴോട്ടാണ് പോകുന്നത്, തെക്കോട്ട്. അപ്പൊ അവൻ ഏത് ദിശയിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തെക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. തെക്കോട്ട്, 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 മുമ്പോട്ട് പോവാം. ഓപ്ഷൻ ബി. ഓക്കെ ആണ്. സംഭവം മനസ്സിലായേ? അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഏറ്റവും ലാസ്റ്റിൽ എങ്ങോട്ട്? അവൻ ഏറ്റവും ലാസ്റ്റ് താഴോട്ട് എന്ന് പറഞ്ഞാൽ തെക്കോട്ട്. അവൻ മേളിലോട്ടായിരുന്നേ വടക്കോട്ട്. അവൻ വലത്തോട്ടായിരുന്നേ കിഴക്കോട്ട്. അവൻ ഇടത്തോട്ടായിരുന്നേ പടിഞ്ഞാറോട്ട്. അവൻ ഇവിടെ ഏറ്റവും ലാസ്റ്റ് താഴോട്ട് എന്ന് പറഞ്ഞാൽ അവൻ തെക്കോട്ട്. ഓപ്ഷൻ ബി. അടുത്ത് മക്കളെ, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, കുറച്ചുകൂടെ വലിയത്. അപ്പൊ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഈ തരത്തിലുള്ള എല്ലാ ചോദ്യവും, ഈ ഒരു രീതിയിലുള്ള എല്ലാ നിങ്ങളുടെ സംശയങ്ങളും ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിനും മാറി കിട്ടും, ഉറപ്പ്. നോക്ക്, ഒരു മനുഷ്യൻ 5 കിലോമീറ്റർ തെക്ക് ദിശയിൽ നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അയാൾ ഇപ്പോൾ കിഴക്ക് ദിശയിലേക്കാണ് നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സഞ്ചരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. ഓക്കെ ആണ്. അപ്പൊ ഇതാണ് 4 ഓപ്ഷൻസുകളും ഉണ്ട്. 1 തെറ്റ്, 1 2 തെറ്റ്, 1 2 ശരി, 1 മാത്രം ശരി, 2 മാത്രം ശരി. വാട്ട് നമുക്ക് എന്തേലും നോക്കാം. ഓക്കെ, നോക്കാം. ഒരു മനുഷ്യൻ 5 കിലോമീറ്റർ തെക്ക് ദിശയിൽ നടന്നതിന് ശേഷം ഇവിടെ നിന്ന് ആ മനുഷ്യൻ യാത്ര തുടങ്ങുന്നു. പോട്ടെ, ഇവിടെ നിന്ന് ആ മനുഷ്യൻ യാത്ര തുടങ്ങുന്നു. ആ യാത്ര തുടങ്ങിയ സ്ഥലത്തെ ഒന്ന് പ്രത്യേകം മാനിച്ചേക്കണം. ഇതാണ് ആ സ്ഥലം. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, പ്രത്യേകം. അവൻ 5 കിലോമീറ്റർ തെക്കോട്ട് നടക്കുന്നു. 5 എന്ന് പറയുമ്പോൾ താഴോട്ട്, തെക്കോട്ട്. വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ. അപ്പൊ വലത്തോട്ടെന്ന് പറയുമ്പോഴേ ഓർത്തോളുക, താഴോട്ട് പോകുമ്പോ വലത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആണേ. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലോക്ക് തിരിയുന്നതാണ് വലത്ത് എന്നോർക്കുക. ക്ലോക്ക് തിരിയുന്നത് എങ്ങോട്ടാടാ മക്കളെ? ക്ലോക്ക് തിരിയുന്നത് ഇതിപ്പോ 6 മണിയുടെ നേരെ ഇരിക്കുന്ന സൂചിയാണ്. ക്ലോക്ക് എങ്ങനെ തിരിയുന്നത്? ഇങ്ങനെ 7, 8, 9. അപ്പൊ ഇങ്ങോട്ട്. ഓക്കെ ആണ്. ഇങ്ങോട്ട് എത്ര കിലോമീറ്ററാ? 3 കിലോമീറ്റർ പോകുന്നു എന്ന് പറഞ്ഞു. 3 കിലോമീറ്റർ. 3. ഇനി എന്താ പറയുന്നത്? അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇടത്തോട്ടെന്ന് പറയുമ്പോഴേ ഓർത്തോളുക, ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ്. ചില കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തേക്കായി താഴോട്ടാണ് എന്നുള്ള രീതിയിൽ എടുക്കും. പോട്ടെ, ഇതിപ്പോ 9 സൂചിയാണ്. ഇടത്തോട്ട് പോകണം. ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ്. ക്ലോക്ക് 10, 11, 12 അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ താഴോട്ട് 5. ഓക്കെ ആണ്. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾക്ക് യാതൊരു വിധമായ ഡൗട്ടുകളും ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതാണ് അവൻ യാത്ര തുടങ്ങുന്ന സ്ഥലം. അവൻ തെക്കോട്ട് 5 കിലോമീറ്റർ. തെക്കെന്ന് പറയുമ്പോൾ താഴോട്ട് 5 കിലോമീറ്റർ. ഇനി വലത്തോട്ട്, വലതെന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്ന പോലെ ഇത് 6 സൂചിയാ. 7, 8, 9. അപ്പൊ അങ്ങോട്ട് 3 കിലോമീറ്റർ. ഇനി എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇടത്തോട്ട്, ഈ സൂചി മാത്രം നോക്കുക. 9
ഇടതെന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് 10, 11, 12 ക്ലോക്ക് തിരിയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് 8, 7 താഴോട്ട് 5. ഇതാണ് ബേസിക് ഫിഗർ. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുവാ? അയാൾ ഇപ്പോൾ കിഴക്ക് ദിശയിലേക്കാണ് നടക്കുന്നത്. അയാൾ ഏത് ദിശയിലേക്കാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾ അവസാനം എങ്ങോട്ടാണ് പോകുന്നത്? അയാൾ അവസാനം പോകുന്നത് മക്കളെ താഴോട്ടാണ്. അയാൾ ഇപ്പൊ തെക്ക് ദിശയിലേക്കാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറയാം. മുമ്പോട്ട് വാ. ഇനി എന്തോ പറയുന്നത്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അയാൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സഞ്ചരിക്കുന്നത്. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അയാൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. അതായത് ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അയാൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണോ സഞ്ചരിക്കുന്നത്? ഇത് എഴുതുമ്പോ തന്നെ മനസ്സിലായി ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അവൻ താഴോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തായാലും. അപ്പൊ എന്തായാലും അത് തെറ്റാന്ന് മനസ്സിലാവും. എന്നാലും ഇതിന്റെ പ്രോപ്പർ വേ ഒന്ന് പറയാം. ചില കുഞ്ഞുങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറായത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറെന്ന് കിട്ടും. നീ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെ നോക്ക്, യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴാണ്. അപ്പൊ യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ അവിടെ നിന്ന് ഡയറക്ഷന്റെ ഒരു കമ്പ് അങ്ങ് നീട്ടി വരയ്ക്കുക. മനസ്സിലായോ? എവിടെ നിന്നാണോ നോക്കാൻ പറഞ്ഞത് അവിടെ നിന്ന് ഡയറക്ഷന്റെ ഒരു കമ്പ് അങ്ങ് നീട്ടി വരയ്ക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ യാത്ര തുടങ്ങിയ സ്ഥലം. ഈ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ ഡയറക്ഷന്റെ കമ്പ് ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ വടക്ക്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ കിഴക്ക്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ പടിഞ്ഞാറ്, ഇത് യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ തെക്ക്. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോ അവൻ ഇപ്പൊ നിൽക്കുന്നത് തെക്കിനും പടിഞ്ഞാറിനും ഇടയിലാ എന്ന് പറഞ്ഞാൽ അവൻ സഞ്ചരിക്കുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്, വടക്കു പടിഞ്ഞാറല്ല. ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷന് 1ഉം 2ഉം തെറ്റാണ്. മുമ്പോട്ട് പോകാവുന്നതാണ്. ഓക്കെ ആണോ? അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? പരീക്ഷാ ഹോളിൽ ഇനി ടെൻഷൻ അടിക്കോ? അപ്പൊ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഏറ്റവും ലാസ്റ്റിൽ എങ്ങോട്ട് പോയോ അത്. ഇവിടെ നോക്ക്, അവൻ എങ്ങോട്ടാ പോകുന്നത്? അവൻ ഏറ്റവും ലാസ്റ്റ് താഴോട്ടാ പോയെ, അവൻ തെക്കോട്ടാ പോകുന്നത്. അയാൾ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കിഴക്കല്ല, തെക്കാണ്. ഇനി എന്താ പറയുന്നത്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ എവിടെ? അങ്ങനെ ചോദിച്ചാൽ യാത്ര തുടങ്ങിയ സ്ഥലം ഇതാണ്. ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ എങ്ങോട്ടാ പോകുന്നേ? ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അവൻ ഇത് തെക്കു പടിഞ്ഞാറാണ്. ഇനി അഥവാ നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ഏത് സ്ഥലം, യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കാനാ പറഞ്ഞേ. അവിടെ നിന്നൊരു 4 ഡയറക്ഷന്റെ കമ്പ് അങ്ങ് വരയ്ക്കുക. ഏത് സ്ഥലം വെച്ച് നോക്കാനാ പറഞ്ഞ? യാത്ര തുടങ്ങിയ സ്ഥലം, യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ വടക്ക്, യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ കിഴക്ക്, യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ പടിഞ്ഞാറ്, യാത്ര തുടങ്ങിയ സ്ഥലത്തിന്റെ തെക്ക്. അവൻ നിൽക്കുന്ന തെക്കിന്റെയും പടിഞ്ഞാറിന്റെ ഇടയിൽ, തെക്ക് പടിഞ്ഞാറ് രണ്ടും തെറ്റാ. ഓക്കെ ആണ് സംഭവം? ഐഡിയ മനസ്സിലായേ? അടുത്ത ചോദ്യം. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത് എന്നതാണ് ചോദ്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ് അത്യാവശ്യം ഈ അക്ഷരങ്ങളുടെ കോഡുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ, അതായത് നമ്പർ കോഡുകൾ അങ്ങോട്ടുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ മിക്കവാറുമുള്ള PSC പരീക്ഷയിലെ കോഡുകളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുക, KHKI. മക്കളെ, H എന്ന് പറയുന്നത് 8ാമത്തെ അക്ഷരമാണ്, K എന്ന് പറയുന്നത് 11ാമത്തെ അക്ഷരം. ആലോചിച്ച് നോക്ക്, H 8ാമത്തെയാണ്. ഇജോട്ടി എന്ന് പറയുമ്പോൾ JK കഴിഞ്ഞിട്ട, J 10, K 11. അപ്പൊ 8 11 3 കൂടി. E എന്ന് പറയുന്നത് 5ാമത്തെ അക്ഷരമാണ്, H എന്ന് പറയുന്നത് 8ാമത്തെ അക്ഷരമാണ്, 3 കൂടി. നോക്ക്, 1 2 3, ഈ കഴിഞ്ഞ്. L എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്, അത് O ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് 15ാമത്തെ അക്ഷരമായി 3 കൂടി. 1 2 3 എഴുതി നോക്കിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി. പക്ഷെ ആ കോഡ് പെട്ടെന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഐഡിയ പെട്ടെന്ന് കിട്ടും. L എന്ന് പറയുന്നത് 12ാമത്തെ നമ്പറാണ്, അക്ഷരമാണ്.
അത് ഓ ആയി, 15ാമത്തെ ആയി. 12 15 ആവണമെങ്കിൽ 3 കൂടി. ഇനി ഓ എന്ന് പറയുന്നത് 15ാമത്തെ അക്ഷരമാണ്, അത് 6 ആയി. 6 ആവുക എന്ന് പറഞ്ഞാൽ 18ാമത്തെ അക്ഷരമായി 3 കൂടി. വേണേ നോക്ക്, ഓ 1 2 3, 18ാമത്തെ അക്ഷരം 3 കൂടി. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ റൂള് മനസ്സിലായി. ഓരോ അക്ഷരത്തിന്റെ കൂടെയും 3 കൂട്ടി വെച്ചേക്കുവാണ് ഇവിടെ. അങ്ങനെയാണ് വേൾഡിന്റെ കോഡ് എന്താ എന്നതാണ് ചോദ്യം. W എന്ന് പറയുന്നത് 23ാമത്തെ അക്ഷരമാണ്. 23ാമത്തെ അക്ഷരത്തിന്റെ കൂടെ 3 കൂട്ടിയാൽ 26ാമത്തെ അക്ഷരം വരും ഇസഡ്. ഇസഡ് ഉള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ദൈവം സഹായിച്ചടാ മക്കളെ, ഇസഡ് ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനിയും ബാക്കി ഒരു കാരണവശാലും പരീക്ഷാ ഹോളിൽ ചെയ്യണ്ട, അതായിരിക്കും നമ്മുടെ ഉത്തരം. കാര്യം ഇസഡ് ഉള്ള ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ, W. ഡബ്ല്യുവിൻ്റെ കൂടെ 3 കൂട്ടം, 1 2 3. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഓ 15ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കൂടെ 3 കൂട്ടി 18ാമത്തെ അക്ഷരം 6. 18ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കൂടെ 3 കൂട്ടി 21ാമത്തെ അക്ഷരം യു. ഇസഡ് ആർ യു. വേണേ നോക്ക്, 6 കഴിഞ്ഞ് 1 2 3ാമത്തെ അക്ഷരം യു. എൽ എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കൂടെ 3 കൂടി ഓയ്. ദേ അടുത്ത ഡി എന്ന് പറയുന്നത് 4ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കൂടെ 3 കൂട്ടി 7ാമത്തെ അക്ഷരം ജി. ഡിയുടെ കൂടെ വേണം 4 കൂടെ, 3 കൂടെ 1 2 3. അപ്പം നമുക്ക് പറയാം ZRUOG. ZRUOG ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്, സെറ്റാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, അത്യാവശ്യം ഈ അക്ഷരങ്ങളുടെ കോഡുകളൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എപ്പോഴും ഒരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇജോട്ടി. അതായത് ഇയുടെ കോഡ് 5, ജെയുടെ കോഡ് 10, ഓയുടെ കോഡ് 15, ടിയുടെ കോഡ് 20, വൈയുടെ കോഡ് 25. അതായത് 5 10 15 20 25 ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ കോഡുകളെ നമുക്ക് ഇജോട്ടി എന്ന് വായിക്കാം. EJOTY. E5, J10, O15, T20, Y25. ഈ 5 അക്കങ്ങളെ അറിയാമെങ്കിൽ, ഈ 5 അക്ഷരങ്ങളുടെ കോഡ് അറിയാമെങ്കിൽ അതിന് മുമ്പും ശേഷവും ഒക്കെ ഉള്ളത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ ഡി വേണം, ഈ 5 ആണ് ഡി, അതിന് മുമ്പത്തെ 4. കെ വേണം, J10. അപ്പോൾ ഒബ്വിയസ്ലി കെ എന്ന് പറയുന്നത് 11. ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മുമ്പും ശേഷവും ഉള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ഇതേപോലെ ഒരു ഹയർ ലെവൽ ചോദ്യം നോക്കാം. 2007 പണ്ട് LDCക്ക് ചോദിച്ച മുമ്പത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റ് നോക്കാം. സ്റ്റാർട്ട് എന്ന പദം START. സ്റ്റാർട്ട് എന്ന പദം നോക്കിക്കോണം, RRXNO എന്ന് എഴുതിയിട്ടു. അങ്ങനെയാണ് ഫസ്റ്റ് FIRST. ഫസ്റ്റ് എന്ന പദം എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. SR ആയി. എന്തായാലും നമുക്കറിയാം SR ആവണമെങ്കിൽ മുന്നോട്ടല്ല പുറകോട്ട. എസിന് മുമ്പത്തെ നമ്പർ 6. അല്ലേ തന്നെ എസ് 19ാമത്തെ ആളാണ്. 6 എന്ന് പറയുന്നത് 18ാമത്തെ ആള്. മക്കളെ ഒന്ന് കുറഞ്ഞു. ആലോചിച്ച് നോക്ക്, 1 കുറഞ്ഞു. ആലോചിച്ച് നോക്ക്. ഇനി TR ആയി. TR ആവാന്ന് പറഞ്ഞാൽ RST എന്നാ അക്ഷരങ്ങൾ എഴുതുമ്പോൾ. അപ്പൊ പുറകോട്ട. TR ആവണമെങ്കിൽ T 20ാമത്തെ ആളാ, 6 18ാമത്തെ ആളാ. മക്കളെ 2 കുറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ഉണ്ട്. 1 കുറഞ്ഞു, 2 കുറഞ്ഞു. മോസ്റ്റ്ലി ഇനി 3 കുറയണം. AX ആയി. അപ്പോൾ അവിടെ ഒരു ഡൗട്ട് തോന്നും. ഒന്നാമത്തെ ആളാ, X 23. അതിനൊരു കോഡുണ്ട്, ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കോഡിങ് പഠിപ്പിക്കുമ്പോൾ അത് പറയാം. ജസ്റ്റ് ഇത്ര ഓർക്കുക. AX ആയി. AX ആവണമെങ്കിൽ ജസ്റ്റ് പുറകോട്ട് പോകും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എയുടെ പുറകിൽ ആരുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ ഇത് വീണ്ടും ഒരു സൈക്കിളായിട്ട് വരണം. എയുടെ പുറകിൽ Z, Y, X. 3 കുറഞ്ഞു സ്വാഭാവികമായിട്ട്. ആലോചിച്ച് നോക്ക്. ഞാൻ പെട്ടെന്ന് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ 1 കുറഞ്ഞു, 2 കുറഞ്ഞു. സ്വാഭാവികമായിട്ട് 3 കുറയുമല്ലോ അടുത്ത്. RN ആയി. 6 എന്ന് പറയുന്നത് 18ാമത്തെ ആളാണ്.
n എന്ന് പറയുന്നത് 14ാമത്തെ ആളാണ്, 4 കുറഞ്ഞു. വേണേ നോക്ക്, 1 2 3 4, 4 കുറഞ്ഞു. ടി ഒ ആയി. ഇജോട്ടിയിൽ ഓയും ടിയും ആലോചിച്ച് നോക്ക്. O 15, T 20. ടി ഒ ആവണമെങ്കിൽ 20 15 ആയി. 5 കുറഞ്ഞടേ. അപ്പം നമുക്കിപ്പോൾ എന്താ കിട്ടി? 1 കുറഞ്ഞു, 2 കുറഞ്ഞു, 3 കുറഞ്ഞു, 4 കുറഞ്ഞു, 5 കുറഞ്ഞു. അപ്പൊ എഫിൽ നിന്ന് 1 കുറയണം. എഫിൽ നിന്ന് 1 കുറഞ്ഞ ഇ ആണെന്ന് എല്ലാവർക്കും അറിയാം. എഫിൽ നിന്ന് 1 കുറഞ്ഞു ഇ, 6 എഫ്, ഇഒ 5, 1 കുറഞ്ഞു ഇറ്റ്. ഇനി ഈ വെച്ചുള്ളവരെല്ലാവരെയും ബാക്കി അങ്ങ് ടിക്ക് ചെയ്യാന്ന് വെച്ചാൽ ദൈവം സഹായിച്ച എല്ലായിടത്തും ഇയ്യ. ഇനി ഐയിൽ നിന്ന് 2 കുറയണം. ഐ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ആളാണ്. 2 കുറഞ്ഞ് ജി വരും. ഐയിൽ നിന്ന് 2 കുറയ്ക്കും, 1 2, ജി വരും, 7ാമത്തെ ആള്. ഈ ജി ഉള്ളവരെ ടിക്ക് ചെയ്യാന്ന് വെച്ചാൽ എല്ലായിടത്തും ഇവൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ ജി ഉണ്ട്. ഇനി 6ൽ നിന്ന് 3 കുറയണം. 6 18ാമത്തെ ആളാ. 3 കുറഞ്ഞ് 15, ഈ ജോട്ടിയിലെ ഓ. ഓക്കെ, 1 2 3. ഇനിയോ ഇ ജി ഒ ഉള്ളവരെ അങ്ങ് ടിക്ക് ചെയ്യാന്ന് വെച്ചാ ഇവിടെ ഇ ജി ക്യൂ ആ കളഞ്ഞു, ബാക്കി രണ്ടിടത്ത് ഇ ജി ഒ ഉണ്ട്. അടുത്ത ഈ എസ് നിങ്ങൾ നോക്ക, 19ാമത്തെ ആള്. അവിടെ നിന്ന് 4 കുറയണം. 19ൽ നിന്ന് 4 കുറഞ്ഞ ഓയാണ് ഓ. വേണേ നോക്ക്, എസിൽ നിന്ന് 1 2 3 4, 4 കുറഞ്ഞു ഓ. ഇ ജി ഡബിൾ ഒ ഇവിടെ അല്ല, ഇതാണ് ഉത്തരവെന്ന് നമുക്ക് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് ചുമ്മാ കുറച്ച് നോക്കാം. ടിയിൽ നിന്ന് 5 കുറയണം. ഇജോട്ടി ടി 20, അപ്പൊ 15ലേക്ക് വരണം, ഓയാണ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം, 5 കുറഞ്ഞു 1 2 3 4 5, ഇ ജി ട്രിപ്പിൾ ഒ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. പക്ക ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ 4ാമത്തെ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. 4 7 12 ഡാഷ്. 3 ആയപ്പോ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിനില്ല. 4 7 12 അറ്റ്ലീസ്റ്റ് ഒരു 25-ന് പുറത്തെങ്കിലും പോലും പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ പോലെ 4 7 12 25-ന് പുറത്ത് പോലും 3 കഴിഞ്ഞപ്പോൾ പോയിട്ടില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലായി വലിയ വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്ക്. 4 7 ആയി മക്കളെ, 3 കൂടി. 7 12 ആയി മക്കളെ, 5 കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും 3 കൂടി 5 കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് 7 കൂടി. ഒറ്റ സംഖ്യകളല്ലേ കൂടി പോകുന്നത്. 3 ഒരൊറ്റ സംഖ്യയാണ്. 3 കഴിഞ്ഞുള്ള ഒറ്റ സംഖ്യ 5 ആണ്, 7. അല്ലെ 2 വീതം എക്സ്ട്രാ. 3 2 കൂടി 5, 2 കൂടി 7, അങ്ങനെ വേണേലും ചിന്തിക്കാം. അപ്പൊ 3 കൂടി 5 കൂടി. അടുത്ത 7 കൂടി. 12ന്റെ കൂടെ 7 കൂടി. 19 ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. 19 ഉണ്ട്, ഓപ്ഷൻ എ. അടുത്ത കുറച്ചുകൂടെ വലിയൊരു ചോദ്യം. 2017 LDCക്ക് വന്നാണ്. 0 6 24 60 120 ഡാഷ് 336. നമുക്ക് ഈ ഡാഷ് ആണ് കാണണ്ടേ. നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്തായാലും വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാ? 0 ആയിരുന്നു, പിന്നെ അത് 6 ആയി, 24 ആയി, 60 ആയി, 120 ആയി, 336. ഇതിൻ്റെ ഇടയിലെ ആള്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് സ്ക്വയറോ ക്യൂബോ മൾട്ടിപ്ലിക്കേഷനോ ആയിരിക്കും. കണ്ടമാനം വലിപ്പമുണ്ട്, ഉറപ്പിച്ചോണം ഇത് ക്യൂബായിരിക്കും. ഈ വലിയ വലിയ ബന്ധം ഇപ്പൊ ഒരു എത്ര 1 2 3 6ാമത്തെ ആയപ്പോൾ തന്നെ 6 7 ആയപ്പോൾ തന്നെ 336 ആയി. അപ്പൊ ഒന്നുകിൽ അത് ഗുണനമായിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും, ക്യൂബ് ആയിരിക്കും. അപ്പൊ മക്കളെ, ഇപ്പൊ PSCയുടെ കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൂ, ഈവൻ ഡിഗ്രി ലെവൽ ഉൾപ്പെടെ ചെക്ക് ചെയ്യുമ്പോൾ സ്ക്വയറും ക്യൂബിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്ക്വയറുള്ള ശ്രേണിയോ ക്യൂബുള്ള ശ്രേണിയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരോടും പറയുന്നു, ഒരു 12 വരെയുള്ള ക്യൂബ് ഒന്ന് കാണാതെ പഠിക്കുക, ഒരു 20 വരെയുള്ള സ്ക്വയർ ഒന്ന് കാണാതെ പഠിക്കുക. വേണേ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അതൊന്ന് എഴുതി പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി കാണാൻ പ്രയോജനപ്പെടും, ഉറപ്പാണ്. ഇപ്പൊ ഇത്രയും എളുപ്പമാണ്. ചിലപ്പോൾ അടുത്ത ക്യൂബോ സ്ക്വയറോ ഒക്കെ ആയിരിക്കും. മക്കളെ, ഇതിൻ്റെയൊക്കെ അടുത്ത് ഏതെങ്കിലും ക്യൂബോ സ്ക്വയറോ ഉണ്ടോ എന്ന് നോക്കുക. 6ന്റെ അടുത്ത് 8 ഉണ്ട്, 24ന്റെ അടുത്ത് 27 ഉണ്ട്, 60ന്റെ അടുത്ത് 64 ഉണ്ട്, ക്യൂബ് ഉണ്ട്. 120ന്റെ അടുത്ത് 125 ഉണ്ട്, ക്യൂബ് ഉണ്ട്. 336ന്റെ അടുത്ത്
343 ക്യൂബ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ക്യൂബാണ്. കാര്യം 336 ഈ പറയുന്ന പോലെ 120 ഒക്കെ ക്യൂബാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ക്യൂബിന്റെ അടുത്താണ്. അപ്പൊ 0 എങ്ങനെ വന്നു മക്കളെ? 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 0 വരിക. 1ന്റെ ക്യൂബ് 1 കുറയ്ക്കുമ്പോൾ 0. 2ന്റെ ക്യൂബ് 8, അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 6 വരിക. 3ന്റെ ക്യൂബ് 27, അതിൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് 24 വരിക. 4ന്റെ ക്യൂബ് 64, അതിൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴാണ് 60 വരിക. അപ്പൊ മക്കളെ 5ന്റെ ക്യൂബ് 125, അതിൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴാണ് 120 വരിക. ഒന്നാലോചിച്ച് നോക്കെ. 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 2ന്റെ ക്യൂബിൽ നിന്ന് 2 കുറച്ചു, 3ന്റെ ക്യൂബിൽ നിന്ന് 3 കുറച്ചു, 4ന്റെ ക്യൂബിൽ നിന്ന് 4 കുറച്ചു, 5ന്റെ ക്യൂബിൽ നിന്ന് 5 കുറച്ചു. അപ്പൊ ഒബ്വിയസ്ലി 6ന്റെ ക്യൂബിൽ നിന്ന് 6 കുറയണം. 6ന്റെ ക്യൂബ് 216 ആണ്. അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 210 വരും. സെറ്റാണ്, മുമ്പോട്ട് പോവാം. ഇനി അടുത്ത ആവശ്യമില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. 7ന്റെ ക്യൂബിൽ നിന്ന് 7 കുറച്ചു. 7ന്റെ ക്യൂബ് 343 ആണ്. അതിൽ നിന്ന് 7 കുറയ്ക്കുമ്പോഴാണ് 336 എന്ന ബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയും ശ്രേണികൾ വരാം. 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, 2ന്റെ ക്യൂബിൽ നിന്ന് 2 കുറച്ചു, 3ന്റെ ക്യൂബിൽ നിന്ന് 3 കുറച്ചു, 4ന്റെ ക്യൂബിൽ നിന്ന് 4 കുറച്ചു, 5ന്റെ ക്യൂബിൽ നിന്ന് 5 കുറച്ചു. സോ 6ന്റെ ക്യൂബിൽ നിന്ന് 6 കുറയ്ക്കുക. 216. 6 കുറച്ച് 210. സെറ്റ്. ഓപ്ഷൻ ബി. എ പ്ലസ് ചിഹ്നത്തെയും ബി മൈനസ് ചിഹ്നത്തെയും സി ഡിവിഷൻ ചിഹ്നത്തെയും ഡി ഇൻഡു ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എങ്കിൽ ഇവരുടെ വില എന്താ എന്നതാണ് ചോദ്യം. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഈ ചോദ്യം എടുത്തെഴുതാനായിട്ട് നിൽക്കരുത്. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുക എന്ന് അവൻ്റെ മോളിലേക്ക് കൊടുക്കുക. ഇത് എ. അപ്പൊ എ വെട്ടിയിട്ട് നൈസായിട്ട് അവിടെ പ്ലസ് എന്ന് കൊടുക്കുക. ഇവിടെ സിയാ. സി വെട്ടിയിട്ട് നൈസായിട്ട് അവിടെ ഡിവിഷൻ എന്ന് കൊടുക്കുക. കാര്യം ഇത് രണ്ടാമത് പറക്കി എഴുതി അത് വീണ്ടും ഒന്നുകൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്, സമയവും പോവും. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റെപ്പ് കൂടുമ്പോൾ തെറ്റാനുള്ള സാധ്യത ഒന്ന് കൂടും. അപ്പൊ നൈസായിട്ട് ഇതങ്ങ് വെട്ടുക. എ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുണ്ട് പ്ലസ്, സി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുണ്ട് ഡിവിഷന്, പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുണ്ട് ഇൻഡു, ബി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുണ്ട് മൈനസാ. ഇനി ഇവന്മാരെ ഒരുമിച്ച് അങ്ങോട്ട് ഒരു പ്രാവശ്യം എടുത്തെഴുതുക. പറ. 18 പ്ലസ് 12 ഡിവിഷൻ 6 ഇൻറ്റു 2 മൈനസ് 5. ഇത്ര എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടില്ല. അവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ വെട്ടി അതിനനുസരിച്ച് ഒരുമിച്ച് ഒന്ന് എഴുതി. ABCD എല്ലാം വെട്ടി അവനവൻ്റെ ചിഹ്നമാക്കി, അവർ പറഞ്ഞ കറസ്പോണ്ടിങ് ചിഹ്നമാക്കി അതിനുശേഷം നമ്മൾ എടുത്തെഴുതി. ഇനി പ്ലസും ഇൻറ്റും മൈനസും ഡിവിഷനും ഒക്കെ വന്ന നമ്മൾ ഏത് റൂളാണ് ഫോളോ ചെയ്യുക? ഏതാദ്യം ചെയ്യും? നമ്മൾ ബോഡ്മാസ് റൂൾ ഫോളോ ചെയ്യണം. ബോഡ്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഓഫ് ഇതിനകത്തിലില്ല. പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. മക്കളെ ഡിവിഷൻ ഉണ്ട്, ഇത് ഡിവിഷനാണ്. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇനി ചോദ്യം വീണ്ടും എടുത്തെഴുതി. 18 പ്ലസ് 2 ഗുണം 2 മൈനസ് 5. ഓക്കെ. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഉണ്ട്. 2 ഗുണം 2 4. വീണ്ടും എടുത്തെഴുതി 18 പ്ലസ് 4 മൈനസ് 5. ഇനി ശരിക്കും അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ്, അതായത് കൂട്ടിയിട്ട് കുറയ്ക്കണമെന്നാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവർക്കും അറിയാം, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി, യാതൊരു പ്രശ്നമില്ല. വീണ്ടും പറയുന്നു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉണ്ടാവാവൂ. അപ്പൊ ഇവിടെ 18 4 കൂട്ടി 22, 22ൽ നിന്ന് 5 കുറച്ച് 17. നമ്മുടെ ഉത്തരം വളരെ സിമ്പിളായി കിട്ടും, ഓപ്ഷൻ ബി 17. ആദ്യം ഡിവിഷൻ ചെയ്തു, ഇത് 2 പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഇത് 4. പിന്നെ 18 പ്ലസ് 4 മൈനസ് 5. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ശരിക്കും റൂള് കൂട്ടിയിട്ട് കുറയ്ക്കണമെന്നാണ്. പക്ഷെ അവിടെ ഒരു അപകടം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിഹ്നം നോക്കാൻ മറന്നുപോകും. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ 18 4 22.
22 5 പോയി 17. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളെങ്കിൽ മാത്രം ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത ഇതേപോലെ 2018 ചോദിച്ച കുറച്ചുകൂടെ വലിയൊരു ചോദ്യം. ഹാഷ് ഗുണനത്തെയും ഓക്കെ ഇൻറ്റു അറ്റ് ഹരണത്തെയും ഓക്കെ ഹരണം സ്റ്റാർ സങ്കലനത്തെയും. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഈ മലയാളത്തിന്റെ പ്രശ്നമുണ്ട്. എന്തുവാ സാറേ ഈ സങ്കലനം എന്നൊക്കെ ആലോചിക്കും. സങ്കലനം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. നിങ്ങൾ സങ്കലന വിപരീതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക പ്ലസ് ആണ്. ഇനി ഇത് ഓർക്കാം, മറന്നുപോയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. സങ്കര ഇനം എന്നൊക്കെ പറയാറുണ്ട്. പല ഇനങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുന്ന സാധനം, കൂട്ടിച്ചേർത്ത് വെക്കുക പ്ലസ്. അപ്പൊ നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇനി സങ്കലനം ചെയ്യാന്ന് പറഞ്ഞാൽ ഓർത്തോളുക പ്ലസ് ആണ്. ഈ മലയാളം വാക്കുകൾ തപ്പുന്ന ഒരുപാട് പേരുണ്ട്. സങ്കലനം പ്ലസ് പ്ലസ് പ്ലസ്. ഇനി പെർസെൻറ്റേജ് വ്യവകലനത്തെ സൂചിപ്പിക്കും. വ്യവകലനം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, വിത്ത് മൈനസ്. ഇനി വ്യവകലനം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുന്നു. വ്യവകലനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണ്. വ്യത്യാസം എടുക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കാന്നല്ലേ വ്യവകലനം. ഇനി അത് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നു. വ്യവകലനത്തിലും ഒരു വ്യ ഉണ്ട്, വ്യത്യാസത്തിലും ഒരു വ്യ ഉണ്ട്. രണ്ടും വ്യവകലനം വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക മൈനസ് ഓക്കെ ആണ്. അപ്പൊ ഈ വാക്ക് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം കൊണ്ടുവന്നത്. ഹാഷ് ഗുണനം, ഗുണനം എല്ലാവർക്കും അറിയാം ഇൻറ്റു. അറ്റ് ഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിവിഷൻ. സ്റ്റാർ സങ്കലനം, സങ്കലനം പ്ലസ് സങ്കലന വിപരീതം അല്ലെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക. ഇനി അത് കണക്ട് ചെയ്യാൻ വേറൊരു വാക്ക് സങ്കലനം, സങ്കര ഇനം. സങ്കര ഇനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനങ്ങൾ കൂട്ടിച്ചേർത്ത് സങ്കലനം പ്ലസ് സങ്കലനം പ്ലസ്. ഇനി പെർസെൻറ്റേജ് വ്യവകലനം. വ്യവകലനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം മൈനസ്, വ്യവകലനം മൈനസ്. അത് മറന്നുപോയ വ്യവകലനവും വ്യത്യാസവും ഒന്നാ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ്. വ്യവകലനത്തിലും ഒരു വ്യായുണ്ട്, വ്യത്യാസത്തിലും ഒരു വായുണ്ട്. കറക്റ്റ് ഓക്കെ. ഇനി നമുക്ക് ഇവരെ കൂടെ മാറ്റി എഴുതാം. 16 അറ്റ് 2. അറ്റ് നമ്മൾ നൈസായിട്ട് വെട്ടി ഹരണമാക്കി. ഇനി സ്റ്റാർ പ്ലസ് 3. സ്റ്റാർ നമ്മൾ നൈസായിട്ട് വെട്ടി പ്ലസ് ആക്കി. ഹാഷ്, ഹാഷ് എന്ന് പറഞ്ഞാൽ ഗുണനമാണെന്ന് നമുക്കറിയാതെ എഴുതി. പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണെന്ന് നമുക്കറിയാതെ എഴുതി. അപ്പൊ ഇവരുടെ സിമ്പലൊക്കെ മാറ്റിയിട്ട് ആക്ച്വലി ഇവരുടെ സിമ്പലിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ എഴുതാൻ പോവാ 16 ഡിവിഷൻ 2 പ്ലസ് 3 പിന്നെ ഇൻറ്റു 4 പിന്നെ മൈനസ് 10 എന്നാക്കി. ഇനി നമ്മൾ അവന്മാരിനി ഈ സീനിലേ ഇല്ല, നിങ്ങൾ ഇതിലില്ല, ഇതിൽ ഇവന്മാര് മാത്രമേ ഉള്ളൂ. ഇനി ഇൻറ്റു ഉണ്ട്, പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. നമ്മൾ ഏത് റൂള് കൊടുക്കും മക്കളെ? നമ്മൾ കൊടുക്കും ബോഡ്മാസ്. അതായത് ഏതാദ്യം ചെയ്യും? ബോഡ്മാസ് റൂൾ പ്രകാരമേ ചെയ്യാവൂ. ആദ്യം ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനില്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനം ഓഫ് എന്ന് പറഞ്ഞ് കിടക്കാറുണ്ട് ചില ക്വസ്റ്റിന്. 3 or 4 അതുമില്ല. പിന്നെ ഡിവിഷൻ ഉണ്ടോ? ഓ ഉണ്ടാ. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 പ്ലസ് 3 ഗുണം 4 മൈനസ് 10. നമ്മൾ ഒന്നുകൂടെ എഴുതി 10. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഓ ഉണ്ടാ. അതെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ. 8 പ്ലസ് 3 4 12 മൈനസ് 10 മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അഡീഷൻ ആണ് റൂള്. അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ, കൂട്ടിയിട്ട് കുറയ്ക്കുക. 8 12 20, 20 നിന്ന് 10 പോയ 10. ഇനി നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും മതി, യാതൊരു പ്രശ്നമില്ല. 8ഉം 12ഉം 20ആണ്. 20ൽ നിന്ന് 10 പോയ 10 ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എന്ന് തന്നെ കരുതുന്നു. ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഒന്നും കൂടെ നിങ്ങളോട് പറയുകയാണ്. ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ടൈം ആൻഡ് വർക്കിന്റെ നോർമൽ ചോദ്യവും വന്നു, ടൈം ആൻഡ് വർക്കിന്റെ കുറച്ചുകൂടെ വലിയതായ പൈപ്പ് ആൻഡ് ടാങ്കും വന്നു. അപ്പൊ ടൈം ആൻഡ് വർക്ക് നിങ്ങളൊന്ന് കുറച്ചുകൂടെ കാര്യമായിട്ട് ഇരിക്കണം. ആ ടോപ്പിക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് ടാങ്കും നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ടൈം ആൻഡ് വർക്കിന്റെ ബാക്കിയായിട്ട് തന്നെ പൈപ്പ് ആൻഡ് ടാങ്ക് കിടപ്പുണ്ട്.
ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ 6-7 ക്ലാസ്സുകളുണ്ട്, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ തീർച്ചയായും അതൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ ടൈം ആൻഡ് വർക്ക് ഒന്ന് നല്ലപോലെ നോക്കിക്കോണം. ടൈം ആൻഡ് വർക്കും അതിന്റെ ഭാഗമായി വരുന്ന പൈപ്പ് ആൻഡ് ടാങ്ക് നല്ലപോലെ നോക്കിക്കോണം. കാര്യം 10ൽ 2 ചോദ്യം ഇവിടെ തന്നെ അതിൽ നിന്ന് വന്നു. ഇനി ചിലർ ചിന്തിക്കും ക്ലോക്കും കലണ്ടറും ഒന്നും വന്നിട്ടില്ലല്ലോ, മക്കളെ അടുത്ത പരീക്ഷയ്ക്കായിരിക്കും ചിലപ്പോൾ ക്ലോക്കും കലണ്ടറും ഒക്കെ വരാനായിട്ട് പോകുന്നത്. മെന്റൽ എബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്ലോക്കും കലണ്ടറും. അത് മിക്കവാറും എല്ലാ പരീക്ഷയും കിട്ടുന്നതാണ്. ക്ലോക്കും കലണ്ടറും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്, നന്നായി മാത്സ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് 2 മെഗാ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ്സും കൂടെ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വരും. അതുകൂടെ ആകുമ്പോഴത്തേക്കിന് നാളെ ഇതുവരെയുള്ള 10th മെയിൻസിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു മാറിയിട്ടുണ്ടാവും. ഒപ്പം ഈ ഒരു ക്വസ്റ്റിനും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെയാണ്. ഇനി ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ LDC 2024 ഓരോ ടോപ്പിക്കിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടവർ തീർച്ചയായും ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതിന്റെ കമൻ്റായിട്ട് പറയണം. എല്ലാവർക്കും താങ്ക് യു. ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.